അക്ഷയുടെ വാക്കുകൾ കേട്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് ഒരു ഊഹവുമില്ലാതെ ആ റോഡിൽ മുട്ടുകുത്തിയിരിക്കുകയാണ് നിരഞ്ജൻ. അപ്പോഴാണ് അയാളുടെ ഫോൺ വീണ്ടും റിങ് ചെയ്തത്. നോക്കുമ്പോൾ അക്ഷയാണ്. എന്ത് പറ്റി ഏജന്റ് സാറ്? ധൈര്യമൊക്കെ ചോർന്നു പോയോ? ഇങ്ങനെ തോറ്റു തൊപ്പിയിട്ട് നടുറോഡിൽ കുത്തിയിരുന്നാലേ ആ പിള്ളേരെയും വയസ്സന്മാരെയൊക്കെ ആര് രക്ഷിക്കും? നിരഞ്ജൻ ചാടി എഴുന്നേറ്റ് ചുറ്റുപാടും നോക്കാൻ തുടങ്ങി. അയാൾക്ക് മനസ്സിലായി തൻ്റെ ഓരോ നീക്കവും നിരീക്ഷിച്ച് തൻ്റെ പിന്നാലെ തന്നെ അക്ഷയ് ആരെയോ അയച്ചിട്ടുണ്ടെന്ന്. അക്ഷയ്, നീ കാരണം ഒരാളുടെയെങ്കിലും ജീവൻ പോയാൽ പിന്നെ നീ ഉണ്ടാവില്ല. ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഏജന്റിന് എന്നോട് പകരം വീട്ടണമെങ്കിൽ നീ ഇനി പുറത്തിറങ്ങണ്ടേ? കട്ടപ്പന പോലീസ് നിന്റെ പുറകെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അക്ഷയ് എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് നിരഞ്ജന് ഒരു ഐഡിയയും കിട്ടുന്നില്ലായിരുന്നു. പക്ഷേ അപ്പോൾ തൻ്റെ ഫോണിലേക്ക് വന്ന ഒരു മെസ്സേജ് കണ്ട് നിരഞ്ജൻ ഞെട്ടി വിറച്ചു. കണ്ടില്ലേ ഏജന്റ്, നീ ഇപ്പൊ കട്ടപ്പനയിലെയോ കേരളത്തിലെയോ അല്ല, ഇന്ത്യയിലെ തന്നെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലാണ്. അക്ഷയുടെ വാക്കുകൾ കേട്ട നിരഞ്ജൻ തൻ്റെ ഫോണിൽ വന്ന മെസ്സേജിൽ ക്ലിക്ക് ചെയ്തു. അത് കണ്ടപ്പോൾ താൻ ശരിക്കും പെട്ടുവെന്ന് നിരഞ്ജന് മനസ്സിലായി. കാരണം അനാഥാലയത്തിലേക്കും വൃദ്ധസദനത്തിലേക്കും ബാഗും തൂക്കി കയറിപ്പോകുന്ന നിരഞ്ജന്റെ ഫോട്ടോസായിരുന്നു ആ മെസ്സേജിൽ. താൻ നിധി തിരികെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം അക്ഷയ് അതുപോലെ തന്നെയുള്ള ബാഗിൽ ആ 2 സ്ഥലത്തും ബോംബ് സെറ്റ് ചെയ്ത് വെച്ചു എന്ന് മനസ്സിലാക്കാൻ നിരഞ്ജന് അധിക സമയമൊന്നും വേണ്ടി വന്നില്ല. നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ. നടുറോഡിൽ നിന്ന് പരിസരബോധം നഷ്ടപ്പെട്ടതുപോലെ അലറി വിളിക്കുന്ന നിരഞ്ജനെ കണ്ട് ചുറ്റുമുള്ളവർ വല്ലാത്ത രീതിയിൽ നോക്കുന്നുണ്ടായിരുന്നു. ഒരു സന്തോഷ വാർത്ത കൂടെ കേട്ടിട്ട് അലറി വിളിക്കുന്നേ. ഇനിയിപ്പോ എന്തായാലും നിനക്ക് അവരിൽ ആരെയും രക്ഷിക്കാൻ പറ്റത്തില്ല. ഇനി 15 മിനിറ്റ് കൂടിയേ ബോംബ് പൊട്ടാനുള്ളൂ. അപ്പോ ഇനി ജയിലിൽ വന്ന് കാണാതിരിക്കാൻ ശ്രമിക്കാം. 15 മിനിറ്റിനുള്ളിൽ വൃദ്ധസദനത്തിലോ അനാഥാലയത്തിലോ എത്താൻ കഴിയില്ല എന്ന തിരിച്ചറിവിൽ തന്റെ തലയാകെ കറങ്ങുന്നത് പോലെ നിരഞ്ജന് തോന്നി. ചെകുത്താനും കടലിനും നടുക്ക് എന്ന പോലെ ഒരു അവസ്ഥയിലായല്ലോ എന്ന് നിരഞ്ജൻ ചിന്തിച്ചു. ഒരു വശത്ത് കുറച്ച് നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടാൻ പോകുമ്പോൾ മറുവശത്ത് ഇതൊന്നും അറിയാതെ ദുർഗ ഇപ്പോഴും യൂസഫിന്റെ പുറകെ തന്നെ പായുന്നുണ്ടാവും. അയാൾക്കറിയാമായിരുന്നു യൂസഫ് ഇപ്പോൾ സ്റ്റീഫന്റെയും അക്ഷയുടെയും കൂടെ തന്നെ ഒളിച്ചിരിക്കുന്നുണ്ടാകുമെന്ന്. എന്നാൽ യൂസഫ് സ്റ്റീഫന്റെ താവളത്തിൽ നിന്ന് പുറത്തിറങ്ങിയ തക്കം നോക്കി ദുർഗ അയാളറിയാതെ അയാളെ പിന്തുടരുന്നുണ്ടായിരുന്നു. അതേസമയം സ്റ്റീഫന്റെയും അക്ഷയുടെയും മേൽ ഒരു കണ്ണു വേണമെന്ന നിർദ്ദേശം ടീനയ്ക്കും നിഷയ്ക്കും നൽകിയിരുന്നു. ഹലോ ടീന, നിഷ കേൾക്കുന്നുണ്ടോ? എന്താണ് അവിടുത്തെ അവസ്ഥ? യൂസഫിനെ അറ്റാക്ക് ചെയ്യട്ടെ? സ്റ്റീഫന്റെ അക്ഷയുടെയും നീക്കങ്ങൾ അറിഞ്ഞു മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. കഴിഞ്ഞ തവണ നേരിട്ട പരാജയത്തിന്റെ ചിന്തയിൽ ദുർഗ ഇത്തവണ അത്രയും സൂക്ഷിച്ചാണ് മുന്നോട്ട് നീങ്ങിയത്. അവൾക്കുറപ്പായിരുന്നു ഇനി ഒരു തവണ കൂടെ യൂസഫ് രക്ഷപ്പെടാനിടയായാൽ പിന്നീട് ഒരിക്കലും അയാളെ പിടികൂടാനാവില്ല എന്ന്. യൂസഫ് പോയതിനു ശേഷം സ്റ്റീഫൻ ഒരു വൃദ്ധസദനത്തിന്റെ അടുത്തേക്ക് പോയിരുന്നു. പക്ഷെ അയാള് അതിന്റെ ഉള്ളിലേക്കൊന്ന് പോവുകയോ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തില്ല. പിന്നീട് നേരെ അയാളുടെ ഓഫീസിലേക്ക് പോവുകയും ചെയ്തു. ഓക്കെ നിഷ, എന്താണ് നിന്റെ അപ്ഡേറ്റ്സ്? ഇവിടെയും അത് തന്നെയാണ് അവസ്ഥ. സ്റ്റീഫന്റെ താവളത്തിൽ നിന്ന് അക്ഷയ് നേരെ പോയത് ഒരു അനാഥാലയത്തിന്റെ അടുത്തേക്കാ. അവിടെയും പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല, ഉള്ളിലേക്കും പോയില്ല. അവിടെ നിന്ന് നേരെ അവൻ സ്റ്റേഷനിലേക്കാ പോയത്. ഈ സ്റ്റീഫനും അക്ഷയും എന്തിനാണ് ഈ സ്ഥലങ്ങളിലേക്ക് പോയതെന്ന് ദുർഗയ്ക്ക് ഒരു ഐഡിയയും കിട്ടുന്നില്ലായിരുന്നു. ഗൈസ്, നിങ്ങൾ എന്തായാലും അവരെ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. കീപ് വാച്ചിങ് ദം. എനിക്കെന്തോ പന്തികേട് തോന്നുന്നുണ്ട്. തന്റെ പ്ലാനിൽ ഒരു പാളിച്ചയും ഉണ്ടാകരുതെന്ന് നിർബന്ധമുള്ളതുകൊണ്ട് അക്ഷയ് സ്റ്റീഫനോട് വൃദ്ധസദനത്തിന്റെ പുറത്തുനിന്ന് നിരീക്ഷിക്കാൻ ഏൽപ്പിച്ചു. അതിനുശേഷം അവൻ അനാഥാലയത്തിന്റെ പുറത്തും വെയിറ്റ് ചെയ്തു. ഇതിനിടയിൽ പ്രകാശന്റെ ആളുകൾ അവന്റെ കയ്യിൽ അകപ്പെടുകയും അവനും ഗുണ്ടകളും കൂടെ അവരെ തല്ലിച്ചതയ്ക്കുകയും ചെയ്തു. ടീനയും നിഷയും ഒരു അകലം പാലിച്ച് അവരെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അവരിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ദുർഗയും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. എന്നാൽ ഇതൊന്നും അറിയാതെ നിധി തിരികെ കിട്ടിയ സന്തോഷത്തിൽ മതിമറന്നിരിക്കുകയാണ് യൂസഫ്. അതേസമയം യൂസഫ് ഫോൺ എടുത്ത് അക്ഷയുടെ നമ്പർ ഡയൽ ചെയ്തു. ശരിക്കും പറഞ്ഞ അക്ഷയ്ക്ക് വേണം നന്ദി പറയാൻ. അവന്റെ ബുദ്ധിയാ ആ നിധി തിരികെ കിട്ടാൻ കാരണമായത്. അല്ലെങ്കിൽ അതിന്റെ പൈസ കൊടുക്കാൻ ഞാൻ എൻ്റെ കിഡ്നി വരെ വിൽക്കേണ്ടി വന്നേനെ. അപ്പോഴേക്കും അക്ഷയ് കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ അക്ഷയ്, എല്ലാം നന്നായിട്ട് തന്നെ കഴിഞ്ഞല്ലോ അല്ലേ? അപ്പുറത്ത് നിന്ന് അക്ഷയുടെ ശബ്ദം കേട്ടു. എല്ലാം മാട്ടി പൊളിയായിട്ട് കഴിഞ്ഞു ചേട്ടാ. ഇനി 10 മിനിറ്റ് കൂടെ കഴിഞ്ഞ ഒരു വെടിക്കെട്ട് കേൾക്കാം. ഏയ് വേണ്ട, എനിക്ക് അല്ലെങ്കിൽ തന്നെ ഈ വലിയ ഒച്ചപ്പാടൊന്നും കേൾക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ ചെവിയിലെ വല്ല ഇയർഫോണും വെച്ചോളാം. അക്ഷയോട് സംസാരിച്ചുകൊണ്ട് തന്നെ തൻ്റെ ബാഗ് പാക്ക് ചെയ്യുന്ന തിരക്കിലായിരുന്നു യൂസഫ്. താൻ ഇപ്പോൾ എല്ലാം കൊണ്ടും സേഫ് ആണെന്ന ധാരണയിലായിരുന്നു അയാൾ. എന്നാൽ ഒരു ചുവരിനപ്പുറം ഇതെല്ലാം കേട്ടുകൊണ്ട് ദുർഗയുണ്ടായിരുന്നു. ഇവന്മാരിത് എന്തിനെക്കുറിച്ചാണ് ഈ പറയുന്നത്? ഇനി ഫൈറ്റേഴ്സ് ക്ലബിനെ കുറിച്ച് വല്ലതും ആണോ?
യൂസഫിന്റെ സംസാരം കേട്ട് ദുർഗയ്ക്ക് കുറച്ച് ടെൻഷൻ ആവാതെ ഇരുന്നില്ല. അക്ഷയും യൂസഫും തമ്മിലുള്ള ഫോൺ സംഭാഷണം കഴിയാനായി അവൾ വെയിറ്റ് ചെയ്തു. യൂസഫ് കോൾ കട്ട് ചെയ്തതും അയാളുടെ തലയ്ക്ക് പുറകിൽ ഒരു അടി കിട്ടിയതും ഒരുമിച്ചായിരുന്നു. അപ്രതീക്ഷിതമായി കിട്ടിയ അടിയിൽ യൂസഫിന് അടി തെറ്റി. വേദനയിൽ പുളഞ്ഞ് തല ഉയർത്തി നോക്കുമ്പോൾ ദുർഗയെ മുന്നിൽ കണ്ടതും അയാളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. നീയോ? ഓ, അപ്പൊ നിനക്കെന്നെ ഓർമ്മയുണ്ട്. ശരി, ഇനി പറ, എവിടാ ബോംബ് വെച്ചേക്കുന്നെ? ബോംബോ? ഏയ് ഇല്ല, ബോംബൊന്നും വെച്ചിട്ടില്ല. വർഷങ്ങളായി ഡിറ്റക്റ്റീവായി വർക്ക് ചെയ്യുന്ന ഒരാളോടാണ് താൻ ഈ കള്ളം പറയുന്നതെന്ന് യൂസഫിന് ഓർമ്മ വന്നത് തന്റെ മർമ്മസ്ഥാനത്ത് ദുർഗയുടെ കാലുകളുടെ പ്രഹരമേറ്റപ്പോഴാണ്. യൂസഫ് വേദനയിൽ പുളയുമ്പോൾ ദുർഗയ്ക്ക് കോപം ഇരട്ടിക്കുകയാണ് ഉണ്ടായത്. ഇനി ഒരിക്കൽ കൂടെ എന്നെ കൊണ്ട് നീ ചോദിപ്പിക്കരുത്. പറ, ബോംബ് എവിടെ വെച്ചിരിക്കുന്നെ? അയ്യോ, നിനക്ക് വേറെ ഒരു സ്ഥലവും അടിക്കാൻ കിട്ടിയില്ലേ? അടുത്തത് വേണ്ടെങ്കിൽ വേഗം പറയുന്നതാണ് നിനക്ക് നല്ലത്. അയ്യോ വേണ്ട, ഞാൻ പറയാം. ബോംബ് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാനല്ല വെച്ചത്, അക്ഷയ. ഒരു അനാഥാലയത്തിലും പിന്നെ വൃദ്ധസദനത്തിലും. ദുർഗയ്ക്ക് അപകടം മണത്തു. അക്ഷയുടെ സകല പ്ലാനും മനസ്സിലായ ദുർഗ ഉടനെ തന്നെ ടീനയ്ക്കും നിഷയ്ക്കും ഫോൺ ചെയ്തു. ഹലോ ടീന, നിഷ, are you there? അതെ മേഡം, ഞാനവിടെ അനാഥാലയത്തിന്റെ പുറത്ത് തന്നെയുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ദുർഗയുടെ ശബ്ദത്തിൽ നിന്ന് തന്നെ രണ്ടുപേർക്കും പ്രശ്നത്തിന്റെ ആഴം മനസ്സിലായിരുന്നു. ദുർഗയെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും രണ്ടുപേരും അനാഥാലയത്തിന്റെയും വൃദ്ധസദനത്തിന്റെയും നേർക്ക് ഓടാൻ ആരംഭിച്ചു. ടെൻഷൻ ആവണ്ട മേഡം, ഞാൻ ആ ബോംബ് കണ്ടെത്തിയിട്ടുണ്ട്. ബോംബ് ബ്ലാസ്റ്റ് ആകാൻ ഇനി 1 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ദുർഗയിൽ നിന്ന് ബോംബിനെ കുറിച്ച് കേട്ടതും നിഷയും ടീനയും അവിടെ പാഞ്ഞെത്തിയിരുന്നു. പക്ഷേ അപ്പോഴേക്കും ബോംബ് പൊട്ടാൻ വെറും 60 സെക്കൻഡ്സ് മാത്രം ബാക്കിയുണ്ടായിരുന്നുള്ളൂ. നിഷ ദുർഗയോട് സംസാരിച്ചു. ഹലോ മേഡം, ഞാൻ ബോംബിന്റെ അടുത്തെത്തി കഴിഞ്ഞു. പക്ഷേ ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിൽ റെഡ്, ഗ്രീൻ, യെല്ലോ കളർ ബട്ടൺ ഉണ്ട്. നിഷയും ടീനയും ഒരേ സംശയമാണ് ചോദിച്ചതെങ്കിലും അതിനുള്ള മറുപടി എന്ത് കൊടുക്കണമെന്നറിയാതെ ദുർഗ കുഴങ്ങി. അവൾക്കറിയാമായിരുന്നു കറക്റ്റ് ബട്ടൺ ഏതാണെന്ന് കണ്ടുപിടിക്കുകയല്ലാതെ അതെവിടെയെങ്കിലും എടുത്തുകൊണ്ടുപോയി കളയാനുള്ള സമയമൊന്നും തങ്ങളുടെ പക്കലില്ല എന്ന്. അങ്ങനെ അങ്ങ് തോറ്റുകൊടുക്കാൻ മനസ്സില്ലാതെ ദുർഗ യൂസഫിന് നേരെ തിരിഞ്ഞു. ബോംബ് ഡിഫ്യൂസ് ചെയ്യാൻ ഏത് ബട്ടണാ പ്രസ് ചെയ്യേണ്ടത്? എനിക്കറിയില്ല. പറഞ്ഞു തീർന്നതും അയാളുടെ മുഖം അടിച്ചൊരടിയാണ് കിട്ടിയത്. നിന്നോട് ഏത് ബട്ടണെന്ന് മാത്രം ഞാൻ ചോദിച്ചോളൂ. അതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. നീ യെല്ലോ ബട്ടണാ. സത്യം, എന്നെ ഒന്നും ചെയ്യരുത്. ഗൈസ്, യെല്ലോ ബട്ടൺ പ്രസ് ചെയ്യൂ, വേഗം. ഈ സമയം അത്രയും നിഷയും ടീനയും ആ ടൈം ബോംബ് കയ്യിൽ വെച്ച് നോക്കി നിൽക്കുകയായിരുന്നു. അതിൽ വെറും 5 സെക്കൻഡ് മാത്രമാണ് ബാക്കി. ദുർഗയുടെ വാക്ക് കേട്ടതും അവർ യെല്ലോ ബട്ടൺ പ്രസ് ചെയ്തു. ഈ നേരം അത്രയും തന്റെ കാറിൽ തന്നെ ഇരിക്കുകയായിരുന്ന നിരഞ്ജൻ തന്റെ സകല ദേഷ്യവും തീർത്തത് ആ കാറിന്റെ മിറർ തല്ലിപ്പൊട്ടിച്ചായിരുന്നു. സ്വയം മുറിവ് വരുത്തി നിരഞ്ജൻ തന്റെ കോപം നിയന്ത്രിക്കാൻ ശ്രമിക്കുമ്പോൾ കട്ടപ്പനയിൽ നിന്ന് പുറത്തേക്ക് കടന്ന കാറിനുള്ളിലിരുന്ന അക്ഷയുടെ മുഖത്ത് ഒരു ചിരി വിരിഞ്ഞു. ഇനി വെറും 5 സെക്കൻഡുകൾ മാത്രം. 5, 4, 3, 2, 1. ബൂം. അക്ഷയ് വിചാരിച്ചത് താൻ 5 വരെ എണ്ണുന്നതിനുള്ളിൽ കട്ടപ്പന നിന്ന് കത്തുമെന്നായിരുന്നു. 5 വരെ എണ്ണി തിരിഞ്ഞു നോക്കിയിട്ടും കട്ടപ്പനയ്ക്ക് യാതൊന്നും സംഭവിച്ചില്ല എന്ന് കണ്ട അക്ഷയ് ഞെട്ടി. എവിടെയാണ് തന്റെ പ്ലാൻ പാളിയതെന്നോർത്ത് തല പുകച്ചു. ഇംപോസിബിൾ. നോ നോ, ഇതെങ്ങനെ സംഭവിച്ചു? നോ നോ. ദുർഗ തന്റെ ബുദ്ധിപരമായ ഇടപെടൽ വഴി കട്ടപ്പനയെ വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷിച്ചു. എന്നാൽ മറുവശത്ത് ഇതൊന്നും അറിയാതെ നിരഞ്ജൻ അപ്പോഴും തന്റെ ഗ്ലാസ് തല്ലി തകർത്തുകൊണ്ടിരുന്നു. ആ സമയത്ത് തന്നെ തേടി ഓടി വരുന്ന പ്രകാശനെ കണ്ട് അവൻ തന്റെ രക്തമൊഴുകുന്ന കൈകൾ പുറകിലേക്ക് മറച്ചു പിടിച്ചു. സാറേ, ഈ വാതിലും തുറന്നേ, ഒരു ഗുഡ് ന്യൂസ് പറയാനുണ്ട്. എന്തു പറ്റി പ്രകാശ? എന്താ കാര്യം? പ്രകാശൻ ആരോ ആ ബോംബ് ഡിഫ്യൂസ് ചെയ്തു എന്ന വാർത്ത അപ്പോൾ തന്നെ നിരഞ്ജനെ അറിയിച്ചു. നിരഞ്ജൻ ആദ്യം പ്രകാശന്റെ വാക്കുകൾ വിശ്വാസം വരുന്നില്ലായിരുന്നു. എന്നാൽ പ്രകാശന്റെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ അത് സത്യമാണ് എന്ന് അയാൾക്ക് ബോധ്യമായി. നിരഞ്ജൻ വേഗം ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി പ്രകാശന്റെ അടുത്തേക്ക് ചെന്നു. അപ്പോഴാണ് അയാൾ അവന്റെ കയ്യിലെ ചോര ശ്രദ്ധിക്കുന്നത്. അയ്യോ സാറ്, ഇതെന്താ ചോരയൊക്കെ? ഇതെന്തു പറ്റിയതാ? അതൊന്നും സാരമില്ല പ്രകാശ, നിനക്കറിയില്ല ഞാനിന്ന് എത്രമാത്രം സന്തോഷത്തിലാണെന്ന്. ശരിക്കും എന്താ നടന്നത് അത് പറ. പ്രകാശന്റെ മുഖമൊന്ന് തെളിഞ്ഞു. അറിയില്ല സാറേ, ഞാൻ നേരത്തെ തന്നെ അവിടുന്ന് പോയിരുന്നു. പക്ഷെ സാറേ, അത് ചെയ്തത് ആരായാലും അവർക്ക് ഭഗവാൻ ദീർഘായുസ് നൽകട്ടെ. പ്രകാശനും നിരഞ്ജനും ആ ബോംബ് ഡിഫ്യൂസ് ആയതിൽ വളരെയധികം സന്തോഷിച്ചു.
എന്നാൽ ദുർഗയ്ക്ക് അപ്പോഴാണ് ശ്വാസം നേരെ വീണത്. യൂസഫ്, നീ സത്യം പറഞ്ഞോണ്ട് നിന്നെ ഞാനിപ്പോ കൊല്ലുന്നില്ല. പക്ഷെ നിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് നിനക്കൊന്ന് ആലോചിക്കാൻ പോലും പറ്റില്ല. പ്ലീസ്, എന്നെ പോവാൻ അനുവദിച്ചൂടെ? പോകാനൊക്കെ പറ്റും, പക്ഷേ എന്റെ കൂടെയാണെന്ന് മാത്രം. പക്ഷെ നീ ബ്ലാസ്റ്റ് നിർത്താൻ വേണ്ടിയല്ലേ വന്നത്? ദുർഗയെ ഒരു ചിരിയോടെ അയാളെ നോക്കിക്കൊണ്ട് തന്നെ കീഴ്ത്താടി നോക്കി ഒരു പ്രഹരം കൂടെ കൊടുത്ത് അയാളെ ബോധം കെടുത്തി ഒരു മൂലക്കിട്ടു. അതിനുശേഷം യൂസഫിനെ അയാളുടെ തന്നെ കാറിൽ കിടത്തി അവിടെ നിന്ന് കടത്താനായിരുന്നു അവളുടെ പ്ലാൻ. ദുർഗ ഡ്രൈവർ വേഷത്തിലായതിനാൽ ആരും അവളെ തിരിച്ചറിഞ്ഞതുമില്ല. ഇവിടെ നിരഞ്ജൻ ബ്ലാസ്റ്റ് ഒഴിവായതിനു ശേഷം വൃദ്ധസദനത്തിലും അനാഥാലയത്തിലും പോയി നോക്കിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതുപോലെ പ്രകാശനും തൻ്റെതായ വഴിയിൽ അന്വേഷിച്ചു നോക്കിയെങ്കിലും നിരാശയായിരുന്നു ഫലം. തിരികെ പുറപ്പെടുന്നതിനു മുൻപ് ബലമായി തന്നെ നിരഞ്ജന്റെ കൈ ഡ്രസ്സ് ചെയ്യിച്ചിരുന്നു പ്രകാശൻ. എന്നിട്ട് നിരഞ്ജനെയും കൂട്ടി വീട്ടിലേക്ക് പോയി. എന്നാൽ വീട്ടിലെത്തിയ നിരഞ്ജൻ ദുർഗ ഇനിയും തിരികെ എത്തിയിട്ടില്ല എന്നറിഞ്ഞ് ഭയപ്പെട്ടു. ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുന്നു? എപ്പോൾ ഫോൺ വിളിച്ചാലും കട്ട് ചെയ്തിട്ട് ബിസിയാണെന്ന് ടെക്സ്റ്റ് ചെയ്യും. നിരഞ്ജൻ ദുർഗയുടെ വിവരമൊന്നും അറിയാത്തതിൽ കുറച്ചധികം ടെൻഷനിലായിരുന്നു. പക്ഷേ പെട്ടെന്ന് വാതിലിൽ മുട്ടുന്നത് കേട്ട് വേഗം പോയി വാതിൽ തുറന്നപ്പോൾ ദുർഗ നിൽപ്പുണ്ട്. ഓ, വന്നോ മാഡം? വരത്തില്ലായിരുന്നു. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞതാ. ഒന്നുമില്ലേലും നീ എൻ്റെ കാമുകിയല്ലേ, ഇത്തിരി ടെൻഷനൊക്കെ ആവാം. തലേ ദിവസം രാത്രി ദുർഗ ടീനയുടെയും നിഷയുടെയും കൂടെ അവരുടെ കമ്പനി ഹെഡ്ക്വാർട്ടേഴ്സിലാണ് കിടന്നുറങ്ങിയത്. അവൾക്ക് ഭയമുണ്ടായിരുന്നു യൂസഫ് വഴി തന്റെ ഐഡന്റിറ്റി എങ്ങാനും പുറത്തറിയുമോ എന്ന്. ഏയ്, അത് ഇന്നലെ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ ആരും ഇല്ലായിരുന്നുകൊണ്ട് അവിടെയായിരുന്നു ഞാൻ. ദുർഗയുടെ പതർച്ച നിരഞ്ജൻ നോട്ട് ചെയ്തെങ്കിലും അയാൾ അവളോട് കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല. ഇത്രയൊക്കെ ആയെങ്കിലും നിരഞ്ജന് ഇനി ദുർഗ എങ്ങാനും തന്നെ പറഞ്ഞു പറ്റിക്കുകയാണോ എന്നൊരു തോന്നൽ മനസ്സിലുണ്ടായിരുന്നു. എന്നാൽ ദുർഗ രാവിലെ ഉണരാൻ വേണ്ടി അലാം സെറ്റ് ചെയ്ത് വെച്ച് കിടന്നതിന് ശേഷം പിറ്റേ ദിവസത്തെ പ്ലാൻ ആലോചിച്ചു. നാളെ നേരത്തെ ഉണരണം. യൂസഫിനെ അന്വേഷിച്ച സ്റ്റീഫനോ അക്ഷയോ ഹെഡ്ക്വാർട്ടേഴ്സ് വരെയെങ്ങാനും എത്തിയ പണി പാളും. ദുർഗയുടെ ചിന്ത കറക്റ്റായിരുന്നു. കാരണം ബോംബ് ബ്ലാസ്റ്റിംഗ് പ്ലാൻ പരാജയപ്പെട്ടതിന് ശേഷം അക്ഷയും സ്റ്റീഫനും അതിന്റെ കാരണമാണ് അന്വേഷിച്ചത്. അപ്പോഴാണ് യൂസഫിന്റെ തിരോധാനം അവരും ശ്രദ്ധിക്കുന്നത്. അതോടെ സംശയം മുഴുവൻ യൂസഫിലേക്ക് തിരിഞ്ഞു. ഇതെല്ലാം ആ യൂസഫ് കാരണം സംഭവിച്ചതെന്ന് നിനക്ക് തോന്നുന്നില്ലേ? അക്ഷയ് സ്റ്റീഫന്റെ സംശയം ശരിവച്ചു. തോന്നുന്നുണ്ട്. നമ്മൾ രണ്ടുപേരും അല്ലാതെ ആ യൂസഫിന് മാത്രമേ ആ ബോംബ് ഡിഫ്യൂസ് ചെയ്യാൻ അറിയുമായിരുന്നുള്ളൂ. ഇതും ആ നിരഞ്ജന്റെ പണി തന്നെയായിരിക്കും അല്ലേ? സ്റ്റീഫൻ തൻ്റെ സംശയം പങ്കുവച്ചു. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല സർ. കാരണം ആ ബോംബിൻ്റെ കേസിൽ നിരഞ്ജന്റെ നിസ്സഹായാവസ്ഥ ഞാൻ കണ്ടതാ. അയാൾ എൻ്റെ മുന്നിൽ തോൽവി സമ്മതിച്ചതുമാണ്. തീർച്ചയായിട്ടും ഇത് മറ്റാരുടെ പണിയാണ്. ഇനി ഇത് മറ്റേ ആ പെണ്ണായിരിക്കോ അന്ന് യൂസഫിനെ ആക്രമിച്ചോള്? എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ആ പെണ്ണിനെ എങ്ങനെ കണ്ടുപിടിക്കും? യൂസഫുമായുള്ള കണ്ടുമുട്ടലിന് ശേഷം ദുർഗയ്ക്ക് തോന്നി തുടങ്ങിയിരുന്നു അവളെക്കുറിച്ചുള്ള യാഥാർത്ഥ്യം എല്ലാവരും അറിയുമെന്ന്. പക്ഷേ രാത്രി നടന്ന ഏറ്റുമുട്ടലിൽ യൂസഫിന് അവളെ കാണാൻ തന്നെ സാധിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദുർഗ ഇത്തവണ രക്ഷപ്പെട്ടു. അക്ഷയ്, നിനക്ക് ഓർമ്മയുണ്ടോ? യൂസഫിന്റെ വീട്ടിൽ അയാളുടെ കുറെ ഗുണ്ടകളെയും തല്ലിച്ചതച്ചിട്ടിരുന്നു. ഇത് കേട്ടതും അക്ഷയുടെ മുഖം പ്രകാശിച്ചു. ഇനിയല്ല എനിക്ക് വിട്ടേക്ക്. ഞാൻ ആ പെണ്ണിനെയും കണ്ടുപിടിച്ച് യൂസഫിനെയും കൂട്ടിക്കൊണ്ടുവരാം. സ്റ്റീഫനെ പറഞ്ഞ് സമാധാനിപ്പിച്ച ശേഷം അക്ഷയ് യൂസഫിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. പക്ഷേ യൂസഫിന്റെ പുതിയ താവളത്തിലെത്തിയ അക്ഷയ്ക്ക് അവിടെ ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. പക്ഷേ അയാളുടെ പഴയ വസതിയിലേക്ക് പോയപ്പോൾ അവിടെ നിന്നും യൂസഫ് തന്റെ ഡ്രോൺ ഉപയോഗിച്ച് കൊന്നുകളഞ്ഞ 2 ഫീമെയിൽ ഏജൻസിന്റെ മൃതശരീരം കിട്ടി. 1, 2, 3. ഇതെന്താ? എല്ലാം പെൺകുട്ടികളാണല്ലോ. ഇതാരീ പെൺപിള്ളേരെ മാത്രം ഏജൻസ് ആക്കുന്നത്? അക്ഷയ് ആ ശവശരീരങ്ങൾ എണ്ണി നോക്കുമ്പോൾ യൂസഫിന്റെ ഒരു ഗാർഡ് അങ്ങോട്ടേക്ക് വന്നു. സർ, ഇതിൽ പെൺകുട്ടികളുടെ ശവം മാത്രമല്ല, 3 ആണുങ്ങളും കൂടെയുണ്ട്. പിന്നെ ബാക്കി ഞങ്ങൾ നോക്കുക. അക്ഷയ്ക്ക് ബാക്കിയുള്ള ശവശരീരങ്ങൾ എവിടെയാണ് എന്നായിരുന്നു അറിയേണ്ടിയിരുന്നത്. അതെല്ലാം കത്തിച്ചു കളഞ്ഞുവെന്ന് ഗാർഡ് പറയുകയും ചെയ്തു. പിന്നെ ഇതെന്തിനാ ഇവിടെ ഇട്ടേക്കുന്നത്? ഇതുകൂടെ കത്തിക്കായിരുന്നില്ലേ? ഗാർഡ് അപ്പോഴേക്കും കാര്യം പറഞ്ഞു. അത് യൂസഫ് സാറ് പറഞ്ഞിരുന്നു. അത് സാറിൻ്റെ കൈകൊണ്ട് തന്നെ കത്തിക്കണമെന്ന്. അക്ഷയ് പല്ല് കടിച്ചു. അയാൾക്ക് ഭ്രാന്താണോ? സത്യം പറ, നിങ്ങൾ ഈ ശരീരങ്ങളൊന്നും ചെയ്തിട്ടില്ലല്ലോ അല്ലേ? അയാളൊന്ന് പല്ലിളിച്ച് കാണിച്ചു. ഏയ് ഇല്ല സാറേ, എനിക്ക് ഈ ശവത്തിൻ്റെയൊക്കെ അടുത്തേക്ക് വരുന്നത് തന്നെ പേടിയാ. ഇതൊക്കെ വെടികൊണ്ട് ചത്തതല്ല സാറേ. ഇതിൻ്റെയൊക്കെ പ്രേതം ഇവിടെ തന്നെ കാണും. ഒന്നാമത് ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളേ. അക്ഷയ് അയാളോട് മറുപടി ഒന്നും പറഞ്ഞില്ല. അവൻ ആ ശരീരങ്ങൾ എങ്ങനെ ചെക്ക് ചെയ്യുമെന്ന് ആലോചിക്കുകയായിരുന്നു. പിന്നെ പെട്ടെന്ന് അത് തൊട്ട് പരിശോധിക്കാൻ തുടങ്ങി. ഞാൻ ഈ ശവങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ.
അപ്പോഴേക്കും നീ പോയി ആ ബയോമെട്രിക് മെഷീൻ എടുത്തിട്ട് വാ. ബയോമെട്രിക് മെഷീൻ അറിയാലോ അല്ലേ? ആ ആ ആധാർ കാർഡിൻ്റെ മെഷീൻ അല്ലേ? അറിയാം സാറേ. അക്ഷയ് ഒന്ന് തലചരിച്ച് നോക്കിയതും ഗാർഡ് വേഗം അവിടെ നിന്ന് സ്ഥലം വിട്ടു. അതിനുശേഷം അക്ഷയ് ആ 3 പെൺകുട്ടികളുടെയും പോക്കറ്റ് പരിശോധിച്ചതിൽ ഒരു പെൺകുട്ടിയുടെ ജീൻസിന്റെ പോക്കറ്റിൽ നിന്ന് ഫൈറ്റേഴ്സ് ക്ലബ് എന്നെഴുതിയ ഒരു കാർഡ് കിട്ടി. അക്ഷയ് ആ കാർഡും കയ്യിൽ പിടിച്ച് ചിന്തിക്കുമ്പോഴേക്കും ഗാർഡ് ബയോമെട്രിക് മെഷീനും കൊണ്ടുവന്നിരുന്നു. അക്ഷയ്ക്ക് ഈ അതോറിറ്റി എവിടെ നിന്ന് കിട്ടിയെന്നറിയില്ല. പക്ഷേ അയാൾ മെഷീൻ ഓണാക്കി തൻ്റെ മൊബൈൽ അതുമായി കണക്ട് ചെയ്ത് ആ പെൺകുട്ടികളുടെ വിരൽ അതിൽ വെച്ചതും ആ ഏജൻസിന്റെ എല്ലാ ഡീറ്റെയിൽസും ഓപ്പണായി വന്നു. ആ പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് കയ്യിലേക്ക് കിട്ടിയതും അക്ഷയുടെ മുഖത്ത് ഒരു വികൃതമായ ചിരി പടർന്നു. അവന്റെ ഇൻവെസ്റ്റിഗേഷനിൽ നിന്ന് തന്നെ അവൻ എത്രയും വേഗം ദുർഗയെ പിടികൂടുമെന്ന് വ്യക്തമായിരുന്നു. ഇവിടെ ദുർഗ യൂസഫിനെ ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. അവൾ പുലർച്ചെ തന്നെ ഉണർന്ന് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോൾ തന്നെ നിരഞ്ജനും ഉണർന്നു വന്നു. ആഹാ, ഇന്ന് മാഡം നേരത്തെ എഴുന്നേറ്റല്ലോ. ചായ വെച്ചു തരാനുള്ള പ്ലാൻ ഉണ്ടോ? ദുർഗ കണ്ണുകൾ കൂർപ്പിച്ച് നിരഞ്ജനെ നോക്കി. അപ്പോഴാണ് അവളുടെ ശ്രദ്ധ നിരഞ്ജന്റെ കൈയിലേക്ക് പോയത്. സ്പൂൺ ചോദിച്ചാ തരൂലേ? എന്തിനാ ഈ വയ്യാത്ത കൈ കൊണ്ട് കഴിക്കാൻ പോയത്? അതൊക്കെ വിട്. തന്റെ കൈക്ക് ഇതെന്തു പറ്റിയതാ? ഓ, എന്നാ പറയാനാ കൊച്ചേ, ഭാര്യ കൂടിയില്ലെങ്കിൽ പിന്നെ എന്തോന്ന് കൈ. നിരഞ്ജൻ അത്രയും പറഞ്ഞപ്പോൾ തന്നെ ഒരു സ്പൂൺ പറന്നു വന്ന് അയാളുടെ തലയിൽ വീണു. നോക്കുമ്പോൾ ദുർഗ ദേഷ്യത്തിൽ തന്നെ ഇപ്പൊ കൊല്ലുമെന്ന ഭാവത്തിൽ നിൽക്കുന്നത് കണ്ട് ഞെട്ടി. ദേ, വൃത്തികേട് പറഞ്ഞ തന്റെ തല ഞാൻ അടിച്ചു പൊളിക്കും. മര്യാദയ്ക്ക് കൈക്ക് എന്താ പറ്റിയെന്ന് പറയടോ. ചേടാ, അതൊന്നുമില്ല. ഡ്രൈവ് ചെയ്യുമ്പോൾ കൈ എവിടെയോ കൊണ്ട് മുറിഞ്ഞതാ. ഒരു പൊട്ടൻ ഡോക്ടറെ കാണിച്ച്. അയാളാണെങ്കിൽ ദേ ഇതുപോലെയുള്ള വലിയ കെട്ടൊക്കെ കെട്ടി വിടുകയും ചെയ്തു. ദുർഗയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി പെട്ടെന്ന് വായിൽ തോന്നിയ ഒരു കള്ളം നിരഞ്ജൻ പറഞ്ഞു. യൂസഫിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി പോകാനുള്ള തിരക്കിൽ ദുർഗയും അതത്ര കാര്യമായി ശ്രദ്ധിച്ചില്ല. പക്ഷേ നിരഞ്ജന് ഇതൊക്കെ അത്ര സുഖമുള്ള കാര്യമായി തോന്നിയില്ല. ഒന്ന് നിന്നേ. 2 ദിവസമായി നീ ഓഫീസിൽ പോയിട്ട്. എന്നിട്ട് ഇന്ന് നീ ഇത്ര നേരത്തെ ഓഫീസിലേക്ക് പോകുന്നു. സത്യം പറ, നിന്നെ സ്റ്റീഫൻ പിരിച്ചുവിട്ടോ? നിരഞ്ജന്റെ ആ ചോദ്യത്തിൽ ദുർഗ തറഞ്ഞു നിന്നുപോയി. അയാളോട് എന്ത് പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു. അയ്യേ, പിരിച്ചുവിടാനോ? എന്നെയോ? അങ്ങനെയൊന്നുമില്ല. എന്നെ എന്തിനാ പിരിച്ചുവിടുന്നേ? ഇത്രയൊക്കെ പറഞ്ഞുവെങ്കിലും ദുർഗയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അവളുടെ മുഖത്ത് മിന്നിമറയുന്ന ഓരോ ഭാവങ്ങളും നിരഞ്ജൻ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് അവളുടെ ഫോണിലേക്ക് സ്റ്റീഫന്റെ കോൾ വന്നതും അവളൊന്ന് ഞെട്ടി. എന്തിനാണ് സ്റ്റീഫൻ ഇപ്പോൾ തന്നെ വിളിക്കുന്നത് എന്നോർത്ത് ദുർഗ ആകെ പേടിച്ചു പോയിരുന്നു. കോൾ എന്താ എടുക്കാത്ത? ഇനി ഞാൻ അറിയാത്ത വല്ല ബോയ് ഫ്രണ്ടും ഉണ്ടോ? സ്റ്റീഫൻ സാറാണ്. തോന്നുമ്പോഴൊക്കെ വിളിക്കും. സ്റ്റീഫന്റെ പേര് കേട്ടതും നിരഞ്ജന്റെ മുഖം വിവരണമായി. മറുവശത്ത് എങ്ങനെയൊക്കെയോ ദുർഗ സ്റ്റീഫന്റെ കോൾ അറ്റൻഡ് ചെയ്തു. എന്തു പറ്റി ദുർഗ? ഒരു ഇന്റിമേഷനും തരാതെ 2 ദിവസമായി ലീവാണല്ലോ. സ്റ്റീഫൻ എന്ത് മറുപടി കൊടുക്കും എന്നറിയാതെ ദുർഗ തരിച്ചു നിന്നുപോയി. ഇതെന്താ സ്റ്റീഫൻ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? യൂസഫ് എന്നെ കണ്ടിട്ടുണ്ടാവോ? അതോ ഇതിനെ ഒരു ട്രാപ്പ് വല്ലതും ആണോ? ദുർഗ തന്റെ ചിന്തകളിൽ മുഴുകി നിൽക്കുമ്പോൾ സ്റ്റീഫൻ വീണ്ടും ശബ്ദമുയർത്തി ചോദിച്ചു. എന്തു പറ്റി? എന്താ മറുപടി ഒന്നും പറയാത്ത? ഞാൻ ചോദിച്ചത് താൻ കേട്ടില്ലെന്നുണ്ടോ? അതോ താനെന്താ വല്ല നാടകം കളിക്കുകയാണോ എൻ്റെ അടുത്ത്? എനിക്ക് കേൾക്കുന്നുണ്ട് സർ. എനിക്ക് സുഖമില്ലാതെ കിടപ്പായിരുന്നു. അതാ ഞാൻ ഓഫീസിൽ വരാഞ്ഞത്. സുഖമില്ലെങ്കിൽ അതൊന്ന് വിളിച്ച് പറയണ്ടേ ദുർഗ? ഓക്കെ, ഹെൽത്ത് ഓക്കെ ആയെങ്കിൽ ഇന്ന് ഓഫീസിലേക്ക് വാ. ഒരു ഫോറിൻ ക്ലയൻറ്റുമായിട്ട് നിനക്കൊരു മീറ്റിംഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. എനിക്കിന്ന് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുമുണ്ട്. അതുകൊണ്ട് ആ ക്ലയൻറ്റിനെ നീ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. പറ്റുമോ? ആ സർ, ചെയ്യാം. ദുർഗ ആകെ കൺഫ്യൂസ്ഡായി നിന്നുപോയി. ഇതിനി തനിക്കുള്ള എന്തെങ്കിലും ട്രാപ്പാണോ എന്നൊക്കെയുള്ള ചിന്തയിലാണ് ദുർഗ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അതേസമയം ദുർഗയുടെ വാക്കുകളിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു നിരഞ്ജൻ. അതെന്തിനാവും ദുർഗ സ്റ്റീഫനോട് സുഖമില്ലെന്ന് കള്ളം പറഞ്ഞത്? നിരഞ്ജൻ വേഗം തന്നെ തൻ്റെ ഫോൺ പുറത്തെടുത്തു. എന്തായാലും സ്റ്റീഫനെ ഒന്ന് വിളിച്ചു നോക്കാം. ഓഫീസിൽ എന്താ നടക്കുന്നതെന്നെങ്കിലും അറിയാലോ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിരഞ്ജൻ സ്റ്റീഫനെ ഡയറക്റ്റ് വിളിക്കാൻ കാരണം ശരണ്യ തൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ധൈര്യം കൊണ്ടാണ്. അവൻ അറിയാമായിരുന്നു അവൾ തന്നെ അങ്ങനെയൊന്നും ഒറ്റിക്കൊടുക്കില്ല എന്ന്. ശരണ്യയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് തന്നെ സ്റ്റീഫനെ വിളിക്കാൻ ഫോൺ എടുത്തപ്പോഴാണ് നിരഞ്ജന്റെ ഫോണിലേക്ക് പ്രകാശന്റെ കോൾ വന്നത്. പ്രകാശ, ഞാൻ തന്നിപ്പോൾ വിളിക്കാം. അയ്യോ സാറേ, വെക്കില്ലേ വെക്കില്ലേ, എൻ്റെ അടുത്ത് അക്ഷയുണ്ട്. സാറ്, അക്ഷയ് എൻ്റെ തൊട്ടടുത്ത് കാറിലിരിക്കുന്നുണ്ട്. അത് കേട്ട് നിരഞ്ജൻ ഒന്ന് ഞെട്ടി. പ്രകാശ, എന്താ അവിടെ നടക്കുന്നത്? നീ എവിടെയാ? ഒന്നുമില്ല സാർ, ഞാൻ ഓക്കെ. ഞാൻ എൻ്റെ ബൈക്കിലും അവൻ അവൻ്റെ കാറിലുമാണ്. ശരിക്കും ഇപ്പൊ നീ എവിടെയാ പ്രകാശ? ഞാൻ ഇവിടെ കഞ്ഞിക്കുടിക്ക് പോകുന്ന റോഡിലാ. പ്രകാശ, അക്ഷയുടെ പുറകെ ഒന്നും പോവാൻ നിൽക്കണ്ട.
അവൻ എത്ര അപകടം പിടിച്ചവനാണെന്ന് നിനക്കറിയില്ല. അവൻ്റെ കയ്യിലെങ്ങാനും നിന്നെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിന്നെ ബാക്കി വെച്ചേക്കില്ല അവൻ. ഞാൻ വേഗം അങ്ങോട്ടേക്ക് വരാം. ശരി സാർ, വേഗം വാ. അവനിവിടെ കഞ്ഞിക്കുഴി തന്നെയുണ്ട്. പ്രകാശന്റെ കോൾ കട്ടായതും നിരഞ്ജൻ വേഗത്തിൽ ബാൽക്കണിയിൽ നിന്ന് താഴെ ഇറങ്ങി തൻ്റെ ബൈക്ക് എടുത്ത് വേഗത്തിൽ പുറപ്പെട്ടു. എത്രയും പെട്ടെന്ന് പ്രകാശന്റെ അടുത്തെത്തണം, അല്ലെങ്കിൽ ആ പൊട്ടൻ അവൻ്റെ പുറകെ പോയി പണി വാങ്ങിക്കും. അക്ഷയ് നിരഞ്ജനെ ഈസിയായി ബോംബിന്റെ കേസിൽ പെടുത്തിയപ്പോൾ അവന്റെ ഏകദേശ റേഞ്ച് നിരഞ്ജൻ മനസ്സിലാക്കി എടുത്തിരുന്നു. അതുകൊണ്ട് തന്നെ അത്രയും ട്രാഫിക് ബ്ലോക്കിനിടയിലൂടെ അങ്ങോട്ട് വേഗത്തിൽ വണ്ടി പായിച്ചു. ഈ പുന്നാര മോനെ ഞാൻ എങ്ങനെ വെറുതെ വിടും? ഇവൻ ഒറ്റൊരുത്തൻ കാരണോ എൻ്റെ രമേഷും സുരേഷും കമലേഷും ഒക്കെ പടവായത്. അവനെ എൻ്റെ കയ്യെ കിട്ടിയാ കാണിച്ചു കൊടുക്ക ഞാൻ ആരാന്ന്. നിരഞ്ജനെ വിശ്വസിച്ച് പ്രകാശൻ അക്ഷയുടെ പിന്നാലെ തന്നെ പാഞ്ഞു. എന്നാൽ പ്രകാശൻ തന്നെ പിന്തുടരുന്നത് മിറർ വഴി കണ്ട അക്ഷയ് പെട്ടെന്ന് തൻ്റെ റിവോൾവർ കയ്യിലെടുത്തു. ഇതും ആ മറ്റവൻ്റെ ആള് തന്നെയാണെന്നാ തോന്നുന്നത്. ഇന്ന് ഇവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം. ഇത്രയും പറഞ്ഞ് അക്ഷയ് കാറിൻ്റെ ബ്രേക്ക് ചവിട്ടി. എന്നിട്ട് വേഗം കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി പ്രകാശന് നേരെ വെടിയുതിർത്തു. ഇവിടെ ഒരു വശത്ത് അക്ഷയ് പ്രകാശന് നേരെ വെടിവെച്ചപ്പോൾ മറുവശത്ത് ദുർഗ ഓഫീസിൽ എത്തിച്ചേർന്നിരുന്നു. ഓഫീസിൽ എല്ലാവരും നോർമലായി തന്നെ ബിഹേവ് ചെയ്യുന്നതായാണ് ദുർഗയ്ക്ക് തോന്നിയത്. സത്യത്തിൽ ആ ഓഫീസിൽ ഒരാൾ പോലും തൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് ദുർഗയ്ക്ക് വിശ്വസിക്കാനാവുന്നുണ്ടായിരുന്നില്ല. എന്നാലും സ്റ്റീഫന്റെ റൂമിലേക്ക് പോകുന്നതുകൊണ്ട് അവൾ തൻ്റെ സ്പെഷ്യൽ റിവോൾവർ എടുത്ത് കയ്യിൽ വെച്ചു. നിരഞ്ജൻ തൻ്റെ റൂമിലേക്ക് കയറി വരുന്നതും നോക്കി സ്റ്റീഫൻ തൻ്റെ ക്യാബിനിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. ദുർഗ വരുന്നത് കണ്ട സ്റ്റീഫൻ സാക്ഷിയെ വേഗം തന്നെ അവിടെ നിന്ന് പറഞ്ഞയച്ചു. ദുർഗ, സത്യം പറ, നീ 2 ദിവസം എവിടെയായിരുന്നു? സർ, നേരത്തെ സാറ് വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് സുഖമില്ലായിരുന്നു. ദുർഗ, ഞാൻ നിന്നോട് സത്യം പറയാനാ പറഞ്ഞത്. സ്റ്റീഫന്റെ പെട്ടെന്നുള്ള ഭാവമാറ്റത്തിൽ ദുർഗ കുറച്ചൊന്ന് ഞെട്ടി. അവളുടെ കൈകൾ വേഗം പോക്കറ്റിൽ വെച്ചിരിക്കുന്ന റിവോൾവറിൽ ഒന്ന് തൊട്ടു. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അപ്പോൾ തന്നെ സ്റ്റീഫനെ വെടിവെച്ചിടാനാണ് അവൾ പ്ലാൻ ചെയ്തത്. സർ, ഞാൻ സത്യമാണ് പറഞ്ഞത്. എനിക്ക് അത്രയ്ക്ക് വയ്യായിരുന്നു. സ്റ്റീഫൻ ഗൗരവത്തിൽ ദുർഗയെ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ഒന്നുമില്ല എന്ന മട്ടിൽ ദുർഗയെ നോക്കി ചിരിച്ചു. ശരി മോളെ, നിനക്ക് വയ്യായിരുന്നു എന്ന് ഞാൻ സമ്മതിച്ചു. ഇനിയെങ്കിലും നിന്റെ ആ ഉണ്ടക്കണ്ണൊന്നെടുത്ത് അകത്തിടൂ. കണ്ടിട്ട് തന്നെ മനുഷ്യന് പേടിയാവും. ദുർഗയ്ക്ക് അപ്പോഴും സ്റ്റീഫനെ അത്ര വിശ്വാസം വരാത്തതിനാൽ അവളുടെ കൈകൾ റിവോൾവറിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റീഫൻ ടേബിളിൽ വെച്ചിരുന്ന ഒരു ഫയൽ എടുത്ത് ദുർഗയുടെ നേരെ നീട്ടി. സ്റ്റീഫൻ ദുർഗയ്ക്ക് ആ ഫയലിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങുമ്പോഴേക്കും അയാളുടെ ഫോണിലേക്ക് അക്ഷയുടെ കോൾ വന്നത് കണ്ട അവളൊന്ന് ഞെട്ടി. സ്റ്റീഫൻ പെട്ടെന്ന് തന്നെ ആ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ അക്ഷയ്, പറ, നീ എവിടെ? സ്റ്റീഫൻ അക്ഷയോട് സംസാരിക്കാൻ തുടങ്ങിയ ശേഷമാണ് ദുർഗ അവിടെ ഇരിക്കുന്ന കാര്യം അയാൾക്ക് ഓർമ്മ വന്നത്. ദുർഗ, നീ ഫയൽ എടുത്തുകൊണ്ട് സാക്ഷിയുടെ അടുത്തേക്ക് പോയിക്കോ. അവൾ നിനക്കിത് പറഞ്ഞുതരും. ശരിക്കും ദുർഗ അക്ഷയുടെ പേര് കേട്ട് ഞെട്ടിയിരിക്കുകയായിരുന്നു. അവൾ സ്റ്റീഫന്റെ ബോഡി ലാംഗ്വേജ് നോക്കി അവർ തമ്മിൽ എന്താണ് സംസാരിക്കുന്നത് എന്ന് കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴാണ് സ്റ്റീഫൻ അവളോട് പുറത്തു പോകാനായി പറഞ്ഞത്. അവൾ അവിടെ നിന്ന് മനസ്സില്ലാ മനസ്സോടെ പുറത്തേക്കിറങ്ങി. ദുർഗ പോയതോടെ സ്റ്റീഫൻ മൊബൈൽ വീണ്ടും തന്റെ ചെവിയോട് ചേർത്ത് വെച്ചു. ആ, പറ. സ്റ്റീഫ, എനിക്ക് നമ്മുടെ ആളുകളെ മൊത്തം ഇവിടെ എമർജൻസി ആയിട്ട് വേണം. ഇവിടെ കഞ്ഞിക്കുഴി മെയിൻ റോഡില്. മൊത്തം ആളുകളെയോ? എന്തു പറ്റി? കാര്യം എന്താ? ഇവിടെ ഒരുത്തൻ എന്നെ പിന്തുടരുന്നത് കണ്ട് ഞാൻ അവനെ വെടിവെച്ചു. അവന് കൊണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അവിടെ കൂടിയവര് ഞാൻ എന്തോ വലിയ തീവ്രവാദിയാണെന്നാ കരുതി. അക്ഷയുടെ വാക്ക് കേട്ട് സ്റ്റീഫൻ എന്തോ പറയാൻ വരുമ്പോഴേക്കും ആ കോൾ കട്ടായിരുന്നു. സ്റ്റീഫൻ വീണ്ടും അക്ഷയെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അയാൾ കോൾ എടുത്തില്ല. എത്രയും പെട്ടെന്ന് എൻ്റെ ആളുകളെ അങ്ങോട്ടേക്ക് അയക്കണം. സ്റ്റീഫൻ അക്ഷയുടെ കാര്യം ഓർത്ത് നല്ല ടെൻഷനിലായിരുന്നു. അതേസമയം അക്ഷയ്ക്ക് പ്രകാശിന് നേരെ വെടിവെച്ചത് മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം തൻ്റെ കയ്യിൽ നിന്നും പോയി. അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നതാണ് നല്ലതെന്ന് അവനും തോന്നി. അന്ന് ആദ്യമായിട്ടാകും കയ്യിൽ തോക്കുണ്ടായിട്ടും അക്ഷയ്ക്ക് ഓടി രക്ഷപ്പെടേണ്ടി വരുന്നത്. പ്രകാശിനെ വെടിവെച്ചിട്ടതിന് ശേഷം വേഗത്തിൽ വണ്ടി ഓടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാൻ അക്ഷയ് ശ്രമിച്ചെങ്കിലും കാറിലും ബൈക്കിലുമായി ഒരു കൂട്ടം ആളുകൾ അവനെ പിന്തുടരാൻ തുടങ്ങി. പക്ഷേ അവൻ ഓവർ സ്പീഡിൽ ഓടിക്കുന്നതുകൊണ്ട് മറ്റുള്ളവർക്ക് അവൻ്റെ പിന്നാലെ ഓടിയെത്താൻ കഴിഞ്ഞില്ല. ഇവിടെ അക്ഷയുടെ വെടിയേറ്റ് പ്രകാശന്റെ കയ്യിൽ മുറിവ് സംഭവിച്ചെങ്കിലും നിരഞ്ജൻ അവിടെ എത്തുമ്പോൾ ചുറ്റിനും കൂടി നിന്നവരെല്ലാം കൂടെ പ്രകാശനെ ആശ്വസിപ്പിക്കുന്നതാണ് കണ്ടത്. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ പുറകെ പോണ്ടാന്ന്. എന്നിട്ടും എന്താ പ്രകാശ നീ കാണിച്ച്? സർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല സാറാ. അക്ഷയെ പിടിക്കാൻ നോക്ക്. അവൻ ഓടി രക്ഷപ്പെടും. പിന്നെ ഒരിക്കലും നമുക്ക് അവനെ കിട്ടില്ല സാറേ. സാറേ, അവനെ ജീവനോടെ വേണം. എന്നാലേ എൻ്റെ കൂടെയുള്ള ആളുകളെ കൊന്നത് എന്തിനാണെന്ന് എനിക്ക് അവനോട് ചോദിക്കാൻ പറ്റൂ. പിന്നെ വൃദ്ധസദനത്തിലും അനാഥാലയത്തിലും ബോംബ് വെച്ചതും ചോദിക്കണ്ടേ? പ്രകാശൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന് നിരഞ്ജന മനസ്സിലായി. അയാൾ വേഗം ഹെൽമെറ്റ് ധരിച്ച് വണ്ടിയെടുത്ത് അക്ഷയ് പോയ വഴിയെ കത്തിച്ചു വിട്ടു.
ഈ സമയം അക്ഷയ് ആകെ ടെൻഷനായി. തന്റെ ഓവർ സ്പീഡ് കാരണം പുറകെ വന്നവരിൽ നിന്ന് രക്ഷപ്പെട്ടെങ്കിലും വീണ്ടും ഒരു സൂപ്പർ ബൈക്ക് തന്റെ പിന്നാലെയുണ്ടെന്ന് കണ്ട അക്ഷയ് ഞെട്ടി. ചേടാ, ഇത് തീർന്നില്ലേ? ഞാൻ എങ്ങനെ ഒന്ന് രക്ഷപ്പെടും? നിരഞ്ജന്റെ ബൈക്ക് കണ്ടപ്പോൾ അക്ഷയ് പിന്നെ ഒന്നും ആലോചിക്കാൻ നിൽക്കാതെ അയാൾക്ക് നേരെ വെടിവെച്ചു. പക്ഷെ നിരഞ്ജൻ അതിവിദഗ്ധമായി ഒഴിഞ്ഞു മാറി. നിരഞ്ജൻ ഒറ്റ കുതിപ്പിന് അക്ഷയുടെ അടുത്തെത്തി. എന്നാലും അവനെ എങ്ങനെ തടയണമെന്ന് നിരഞ്ജന് ഒരു ഐഡിയയും ഇല്ലായിരുന്നു. എന്നാൽ മറ്റെന്തോ ചിന്തിച്ച് അയാൾ റിവോൾവർ എടുത്ത് കാറിന്റെ വീൽ വെടിവെച്ച് തകർത്തു. ടയർ തകർന്നപ്പോൾ അക്ഷയ് വേഗം വണ്ടിയിൽ നിന്നിറങ്ങി ഓടാൻ ആരംഭിച്ചു. എന്നാൽ പെട്ടെന്ന് വീണ്ടും ഫയർ ചെയ്യുന്നതിന്റെ ഒച്ച പിന്നിൽ നിന്ന് കേട്ടതും അതേസമയം അക്ഷയിൽ നിന്ന് ഒരു നിലവിളി ഉയർന്നു. നിരഞ്ജന്റെ തോക്കിൽ നിന്നുള്ള ബുള്ളറ്റ് അക്ഷയുടെ കാല് തുളച്ച് പുറത്തേക്ക് വന്നു. എന്നിട്ടും ആ കാല് വലിച്ചു വെച്ച് അവൻ ഓടാൻ ശ്രമിക്കുന്നത് കണ്ട് ഒരു ചിരിയോടെ നിരഞ്ജൻ അവന്റെ അടുത്തേക്കെത്തി. ഹാ, മതിയടാ മോനെ, കുറെ ഓടിയില്ലേ, ഇനി മതിയാക്കിക്കോ, പോവാ. നീ ആരോടെ കളിക്കുന്നെന്ന് നിനക്കറിയില്ല ഏജന്റ് ആര്യൻ. നിന്റെ കുടുംബം വരെ കുളം തോണ്ടും ഞങ്ങള്. അജയ് ഭീഷണി മുഴക്കി. ഓ, നീ ഇപ്പം ആരാണെന്നൊന്നും എനിക്കിപ്പോൾ അറിയേണ്ട ആവശ്യമില്ലടോവേ. നീയൊക്കെ ആരാണല്ലോ എനിക്കെന്തുവാ? ഞാൻ സ്റ്റീഫ് അച്ചായനെ നേരത്തെ തന്നെ വിളിച്ചിരുന്നു. പുള്ളി എത്തുന്നത് വരെ ഉള്ളൂ നീ. അക്ഷയ്ക്ക് നിരഞ്ജനെ ഭയപ്പെടുത്താൻ വീണ്ടും എന്തെങ്കിലുമൊക്കെ പറയണമെന്നുണ്ടായിരുന്നെങ്കിലും നിരഞ്ജൻ മുഖമടച്ചു കൊടുത്ത അടിയിൽ അക്ഷയുടെ ബോധം പോയി. ഇവിടെ അക്ഷയ് നിരഞ്ജന്റെ കസ്റ്റഡിയിൽ എത്തിപ്പെട്ടപ്പോഴേക്കും അവിടെ കഞ്ഞിക്കുടി റോഡിൽ സ്റ്റീഫൻ തന്റെ ആളുകളുമായി എത്തി. പക്ഷേ അവിടെ ഒരൊറ്റ മനുഷ്യനും ഉണ്ടായിരുന്നില്ല. സ്റ്റീഫൻ എന്തു ചെയ്യണമെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ലായിരുന്നു. അയാൾ തന്റെ ആളുകളോട് നാലുപാടും പോയി അക്ഷയെ നോക്കാൻ ആവശ്യപ്പെട്ടു. സ്റ്റീഫനും ഗുണ്ടകളും ചേർന്ന് അവിടെയെല്ലാം മരിച്ചു പെറുക്കിയെങ്കിലും നിരാശയായിരുന്നു ഫലം. അവസാനം അക്ഷയുടെ കാറിനടുത്തെത്തിയപ്പോഴാണ് കോ ഡ്രൈവർ സീറ്റിൽ എന്തൊക്കെയോ ഡോക്യുമെന്റ്സ് കിടക്കുന്നത് അയാൾ കണ്ടത്. ഇത് ചിലപ്പോൾ അക്ഷയ് ബയോമെട്രിക് വെച്ച് കളക്ട് ചെയ്ത ആ ലേഡി ഏജൻസിന്റെ ഡീറ്റെയിൽസ് ആവും. യൂസഫിന് പിന്നാലെ അക്ഷയുടെ തിരോധാനവും അക്ഷരാർത്ഥത്തിൽ സ്റ്റീഫനെ തളർത്തിയിരുന്നു. എന്നിരുന്നാലും തനിക്ക് വേണ്ടി കൊണ്ടുവന്ന ഡോക്യുമെന്റ്സ് കാണെ അയാളുടെ മുഖത്ത് ഒരു ചിരി തെളിഞ്ഞു വന്നു. തന്റെ ഏറ്റവും വിശ്വസ്തനായ നസീഫിനെ അയാൾ അപ്പോൾ തന്നെ വിളിച്ചു വരുത്തി. ആ നസീഫ്, ഞാൻ വിളിച്ചത് ഒരു ഇമ്പോർട്ടൻ്റ് വർക്ക് നിന്നെ ഏൽപ്പിക്കാൻ വേണ്ടിയാ. ദാ, ഈ പേപ്പറുകളെല്ലാം 2 കോപ്പി വീതം എടുത്തിട്ട് ഒന്ന് എനിക്ക് തരണം. മറ്റേ കോപ്പി നിന്റെ കയ്യിൽ വെച്ച് ആ പെൺകുട്ടികളുടെ A to Z ഡീറ്റെയിൽസ് എനിക്ക് നീ കണ്ടുപിടിച്ച് തരണം. നസീഫിന് ഓർഡർ കൊടുത്ത ശേഷം സ്റ്റീഫൻ തന്റെ വണ്ടിയും എടുത്ത് പുറത്തേക്കിറങ്ങി. എന്തായാലും അക്ഷയ് കൂടെ പോയതിനു ശേഷം സ്റ്റീഫന്റെ മനസ്സിൽ ഒരൊറ്റ പേരേ മുഴങ്ങുന്നുണ്ടായിരുന്നുള്ളൂ: ഏജന്റ് ആര്യൻ. നിരഞ്ജനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് തന്നെ അയാൾ ശരണ്യയുടെ ഓഫീസിന്റെ വഴിയിലേക്ക് കാർ തിരിച്ചു. ഈ നിരഞ്ജൻ ഞാൻ കരുതിയതിലും അധികം വളർന്നു പോയിരിക്കുന്നു. ഇന്നത്തോടെ അവന്റെ എല്ലാ സൂക്കേടും ഞാൻ മാറ്റിക്കൊടുക്കുന്നുണ്ട്. സാനികയുടെ ജവാൻ ക്ലബിൽ നിരഞ്ജൻ ഉണ്ടാക്കിയ പുകിലും അതിനുശേഷം ശരണ്യ നിരഞ്ജനുമായി ഉണ്ടാക്കിയ ഡീലുമെല്ലാം സ്റ്റീഫൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ശരണ്യ വിളിച്ചാൽ ഉറപ്പായും നിരഞ്ജൻ വരുമെന്നും അയാൾക്ക് തോന്നി. ഇവിടെ ഒരു വശത്ത് സ്റ്റീഫൻ ശരണ്യയുടെ ഓഫീസിലേക്ക് വണ്ടി ഓടിക്കുമ്പോൾ മറ്റൊരിടത്ത് നിരഞ്ജൻ അക്ഷയെയും കൊണ്ട് പ്രകാശന്റെ താവളത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രകാശന്റെ സ്ഥലം തീരെ സൗകര്യമില്ലാതെ മദ്യക്കുപ്പികളും മറ്റും ചിതറിക്കിടക്കുന്ന ഒരു വൃത്തികെട്ട സ്ഥലമായിരുന്നിട്ടുകൂടെ നിരഞ്ജന് വേറെ വഴിയില്ലായിരുന്നു. അവിടെ പ്രകാശനും തന്റെ ജീൻസിന്റെ പോക്കറ്റിൽ ഒരു പിസ്റ്റലും തിരികെ നിശബ്ദനായി നിൽക്കുന്നുണ്ടായിരുന്നു. തന്റെ സ്ഥലത്ത് നിരഞ്ജൻ കുറച്ച് അൺകംഫർട്ടബിൾ ആണ് എന്നുള്ളത് അയാൾ ശ്രദ്ധിച്ചു. സാറ്, പേടിക്കണ്ട, സ്ഥലം കുറച്ച് ചെറുതാണെന്നേ ഉള്ളൂ. ഇവിടെ നമ്മളും എൻ്റെ പിള്ളേരും അല്ലാതെ മറ്റാരും വരില്ല. സാറിന് ചിലപ്പോൾ അറിയാൻ വഴിയില്ല, ദുബായിൽ നിന്ന് കൊണ്ടുവന്നൊരു ഡയമണ്ട് ഫോൺ 3 മാസമാണ് ഞങ്ങളിവിടെ ഒളിപ്പിച്ചു വെച്ച്. നമ്മുടെ കട്ടപ്പന പോലീസൊക്കെ കിടന്ന് ചക്രശ്വാസം വലിച്ചു. നിരഞ്ജൻ ഒന്ന് നിശ്വസിച്ചു. ഓ എൻ്റെ പ്രകാശ, ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് ഈ അക്ഷയെ കുറച്ചധികം സമയം കസ്റ്റഡിയിൽ വെക്കണം. അതിന് ഈ സ്ഥലം അത്ര സേഫല്ല. നിരഞ്ജന്റെ ആ ചോദ്യത്തിന് പ്രകാശൻ എന്തോ മറുപടി പറയാൻ തുടങ്ങുമ്പോഴേക്കും അക്ഷയ്ക്ക് ബോധം വന്നു. ഓ ഗോഡ്, ഞാനിത് എവിടെയാ? അമ്മേ, എന്റെ കാല്! ബോധം വന്ന് നേരെ നോക്കുമ്പോൾ രാക്ഷസന്മാരെ പോലെ തന്നെ നോക്കി നിൽക്കുന്ന നിരഞ്ജനെയും പ്രകാശനെയുമാണ് അക്ഷയ് കാണുന്നത്. നോക്കുമ്പോൾ അവന്റെ കാൽ ഡ്രസ് ചെയ്തിട്ടുണ്ട്. നിരഞ്ജൻ തന്നെ അവന്റെ കാലിൽ നിന്ന് ബുള്ളറ്റ് റിമൂവ് ചെയ്ത് കാൽ ഡ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യം നിന്നോട് വീണ്ടും പറയാം നിരഞ്ജൻ, നീ ഇതിൽ പശ്ചാത്തപിക്കും. അന്ന് ഒരു ആര്യനും നിന്നെ രക്ഷിക്കാനാവില്ല. അക്ഷയുടെ വാക്കുകൾ കേട്ട് നിന്ന നിരഞ്ജന് അവന്റെ ചെകിടടച്ചൊന്ന് കൊടുക്കാൻ രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. എന്നെ നീയൊക്കെ അങ്ങ് ഒലത്തിക്കളയോ? ഇപ്പോൾ നീ ഇത് പറ, നീ എന്തിനാ ആ 2 സ്ഥലങ്ങളിൽ ബോംബ് വെച്ച്? ഹോസ്പിറ്റലായാലും അനാഥാലയായാലും എനിക്കെന്താ? നിന്നെ കൊടുക്കാൻ വേണ്ടി ഈ കേരളം മൊത്തം ബോംബ് വെക്കേണ്ടി വന്നാലും അതിന് ഞാൻ തയ്യാറാ.
നിരഞ്ജന്റെ കൈകൾ വീണ്ടും അക്ഷയുടെ കരണം പുകച്ചു. അതിന് ഞാൻ നിന്നെയൊക്കെ എന്ത് ചെയ്തെന്ന്? ആ നിധി നീ എൻ്റെ കയ്യിൽ നിന്ന് തിരികെ വാങ്ങിയില്ലേ? നീ എന്താ എന്നെ പൊട്ടനാക്കുക? എനിക്കറിയാം യൂസഫും ആ നിധിയും രണ്ടും നിന്റെ കയ്യിൽ തന്നെയുണ്ടെന്ന്. പക്ഷെ നീ ടെൻഷൻ അടിക്കണ്ട. കൊടുക്കേണ്ട ആൾക്ക് നിന്റെ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അയാൾ വരുമ്പോൾ നിന്റെ ചീട്ട് കീറിക്കോളും. നീ ഇത് ആരുടെ കാര്യമാണ് പറയുന്നത്? അത് നിനക്ക് ഉടനെ മനസ്സിലാവും. അക്ഷയ് പറയുന്നത് കേട്ടിട്ട് നിരഞ്ജൻ ആകെ ആശയക്കുഴപ്പത്തിലായി. ഇവനിത് ആരെ കണ്ടിട്ടാണ് കിടന്ന് തുള്ളുന്നതെന്ന് അവന് മനസ്സിലായില്ല. അവിടെ ഓഫീസിൽ ദുർഗയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. തൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുമോ എന്ന ഭയം മൂലം ഇത്രനാൾ കണ്ടതെല്ലാം ഇന്ന് അപരിചിതമായി തോന്നി അവൾക്ക്. ദുർഗ ഫയലുമായി സാക്ഷിയുടെ അടുത്തേക്ക് പോകുമ്പോൾ തൻ്റെ മൊബൈലിൽ വന്ന നിഷയുടെ കോൾ കണ്ട് ഞെട്ടി. ഒരു സൈഡിലേക്ക് മാറി നിന്ന് ദുർഗ കോൾ അറ്റൻഡ് ചെയ്തു. എന്തുപറ്റി നിഷ? മാം, എവിടെയാ? ഈ യൂസഫിന് ബോധം വരാറായി. ഇയാളെ എന്താ ചെയ്യേണ്ടത്? എടോ, ഞാനിവിടെ ഓഫീസിൽ പെട്ടുപോയി. മാം ഓഫീസിലോ? നിങ്ങൾ ഇത് എന്താ അബദ്ധം കാണിച്ചേ? ആ സ്റ്റീഫൻ മാമിനെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അയാൾക്ക് എന്റെ ഐഡന്റിറ്റി ഇതുവരെ മനസ്സിലായിട്ടില്ല. ഓക്കെ, താനിപ്പോ വെച്ചോ. സാക്ഷി വരുന്നുണ്ട്, ഞാൻ പിന്നെ വിളിക്കാം. ഇത്രയും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തപ്പോഴേക്കും സാക്ഷി ദുർഗയുടെ അടുത്ത് എത്തിയിരുന്നു. ഇത്രയും ദിവസം ഒരു ഇന്റിമേഷനും ഇല്ലാതെ ലീവ് എടുത്താൻ പോരാ, ഇപ്പൊ വന്നിട്ട് ഫോണിൽ കുത്തി കളിച്ചോണ്ടിരിക്കുന്നു. ആ ഫോൺ ഓഫ് ചെയ്ത് വെച്ചേക്ക് വേഗം. സാക്ഷി, ഞാൻ തന്നെ അന്വേഷിച്ചു വന്നതാ. സ്റ്റീഫൻ സാറ് ഈ ഫയല് തന്നിരുന്നു. സാക്ഷി പക്ഷേ അതൊന്നും മൈൻഡ് ചെയ്തേയില്ല. അതൊക്കെ പിന്നെ പറയാം, ആദ്യം ആ ഫോൺ ഓഫ് ചെയ്യേ. ദുർഗ ദേഷ്യത്തിൽ സാക്ഷിയെ നോക്കിക്കൊണ്ട് മനസ്സില്ലാ മനസ്സോടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മാറ്റിവെച്ചു. ദുർഗ, മിസ്റ്റർ മാർക്ക് എന്നിവിടെ വരുന്നുണ്ട്. അയാള് സ്റ്റീഫൻ സാറുമായി ചേർന്ന് പുതിയൊരു പ്രോജക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അയാൾ ഇവിടെ എത്ര ദിവസം ഉണ്ടായാലും അത്ര ദിവസം നീ അയാളോടൊപ്പം ഉണ്ടാകണം. ഏതെങ്കിലും തരത്തിൽ ഈ പ്രോജക്റ്റ് ക്യാൻസലായ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം നിനക്ക് മാത്രമാണ്. ദുർഗയോട് ഇത്രയും ഓർഡർ കൊടുത്തിട്ട് സാക്ഷി അവിടെ നിന്ന് പോയിട്ടും ദുർഗയ്ക്ക് അവിടെ തറഞ്ഞു നിൽക്കാനേ ആയുള്ളൂ. അവിടെ നിരഞ്ജന്റെ അവസ്ഥയും മറിച്ചല്ല. എത്രയൊക്കെ ചോദിച്ചിട്ടും കേരളത്തിലേക്ക് വരുന്നത് ആരാണെന്ന് പറയാൻ അക്ഷയ് തയ്യാറായില്ല. സാറേ, ഇവനൊന്നും പറയുന്നില്ലല്ലോ. ഈ പുന്നാര മോനെ അങ്ങ് കൊന്നു കളഞ്ഞാലോ. ഒരു അവസാന വഴിയും കൂടെ പയറ്റി നോക്കട്ടെ പ്രകാശ. താൻ പോയി ഒരു കയറെടുത്തുകൊണ്ടുവാ. നിരഞ്ജന്റെ ഓർഡർ കിട്ടിയതും പ്രകാശൻ കയറുമായെത്തി. തൻ്റെ കൈയും വയറും കയറുകൊണ്ട് കെട്ടിവെക്കുന്ന നിരഞ്ജനെ കാണെ അക്ഷയയുടെ ഭയം ഇരട്ടിച്ചു. ഇത് കണ്ട പ്രകാശന് മാത്രം ചിരി അടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. നിരഞ്ജൻ സാറേ, ഇത് കൊള്ളാം. ഇനി ഒന്ന് കാണണം. ഇനി ഇവൻ വാ തുറക്കോ ഇല്ലയോന്ന്. അക്ഷയയുടെ മുഖത്തും ഭയം വ്യക്തമായിരുന്നു. നിരഞ്ജൻ ആ കയർ കെട്ടിയതിനു ശേഷം വലിക്കാൻ നോക്കിയതും അക്ഷയയുടെ നിലവിളി അവിടെ ആകെ മുഴങ്ങി. നിക്ക് നിക്ക്, ഞാൻ പറയാം വരുന്നത് ദീപക് മഹേശ്വർ. അക്ഷയ് ദീപക് എന്ന പേര് പറഞ്ഞതും നിരഞ്ജന്റെ മുഖത്ത് ഒരു സംശയം തെളിഞ്ഞു. ദീപക്കോ? ഏത് ദീപക്? എന്തു ദീപക്? അക്ഷയ് പക്ഷേ നിരഞ്ജനോട് തൻ്റെ കെട്ടുകൾ അടിക്കാൻ അപേക്ഷിക്കുകയാണ് ചെയ്തത്. അക്ഷയുടെ കണ്ണുകളിൽ ഭയം പ്രകടമായിരുന്നു. അവൻ ഇനി കള്ളം പറയില്ല എന്ന് തോന്നിയ നിരഞ്ജൻ അവൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു കയർ പുറത്തേക്കെടുത്തു. ദീപകിനെ കുറിച്ച് എനിക്ക് ആകെ അറിയാവുന്നത് ഒരേ ഒരു കാര്യം നിരഞ്ജൻ. അവൻ നിന്നെ കൊല്ലാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാ. ദീപക് എനിക്ക് നിന്റെ ഫോട്ടോ മെയിൽ ചെയ്തിരുന്നു. നിന്റെ ഡീറ്റെയിൽസ് അവന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മാത്രം അവൻ എനിക്ക് $1 ലക്ഷം തന്നിരുന്നു. എനിക്ക് നിങ്ങളെ കൊല്ലാൻ സാധിച്ച $10 ലക്ഷം കൂടെ തരാമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. നിരഞ്ജന്റെ കണ്ണുകൾ മിഴിഞ്ഞു. $1 ലക്ഷം എന്നുവെച്ചാൽ ഏകദേശം 86 കോടി രൂപ. ആഹാ, എനിക്ക് ഇത്രയൊക്കെ വില കൂടിയ വിവരം ഞാൻ അറിഞ്ഞില്ല. എന്നാലും അക്ഷയ്, അതാരാണ് എന്നെ കൊല്ലാൻ ഇത്രയൊക്കെ പണം ചെലവാക്കുന്നത്? അക്ഷയ് നിരഞ്ജനെ ദയനീയമായി നോക്കി. സത്യമായും എനിക്ക് ഇത്രേ അറിയൂ ഏട്ടാ. അവൻ ഇതെല്ലാം എന്നോട് ഫോണിൽ പറഞ്ഞ കാര്യങ്ങളാ. അനാഥാലയത്തിലും വൃദ്ധസദനത്തിലും ബോംബ് വെക്കുന്ന ഐഡിയ എനിക്ക് തന്നതും അവനാ. പിന്നെ ഇന്ത്യയിൽ വന്നിട്ട് നേരിട്ട് നിങ്ങളെ തീർത്തോളാം എന്നാണ് അവൻ അവസാനം വിളിച്ചപ്പോൾ പറഞ്ഞത്. അക്ഷയോട് അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കണമെന്നുണ്ടായിരുന്നു നിരഞ്ജന്. എന്നാൽ അപ്പോഴേക്കും ശരണ്യയുടെ കോൾ നിരഞ്ജനെ തേടി വന്നു. സ്ക്രീനിൽ ശരണ്യയുടെ പേര് കണ്ട് നിരഞ്ജൻ ഞെട്ടി. ശരണ്യ ഇപ്പോൾ എന്തിനാവും വിളിക്കുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് നിരഞ്ജൻ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു. ഹലോ ഹലോ, ശരണ്യ കേൾക്കുന്നുണ്ടോ? മറുവശത്ത് ശരണ്യ സംസാരിക്കുമ്പോൾ നിരഞ്ജൻ ഗൗരവത്തിൽ അത് കേട്ടു നിന്നതേയുള്ളൂ. നിരഞ്ജൻ, സ്റ്റീഫച്ചായൻ ഇവിടെ എന്റെ കൂടെ ഉണ്ട്. നിങ്ങൾ വേഗം ഇങ്ങോട്ട് വരണം. നിരഞ്ജന് കൂടുതൽ എന്തൊക്കെയോ ചോദിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അതിനു മുൻപ് തന്നെ ശരണ്യ കോൾ കട്ട് ചെയ്തിരുന്നു. സ്റ്റീഫൻ ശരണ്യയുടെ കൂടെയുണ്ട്. അപ്പോൾ ശരണ്യ എന്നെ കാണാൻ വിളിക്കണമെങ്കിൽ അതിനർത്ഥം ശരണ്യയ്ക്കല്ല, സ്റ്റീഫനാണ് എന്നെ കാണേണ്ടത് എന്നാണ്.
എന്നാലും അതെന്തിനായിരിക്കും? ശരണ്യയുടെ അടുത്തേക്ക് ഉടനെ പോകണമെന്നുണ്ടായിരുന്നു നിരഞ്ജന്. പക്ഷേ അക്ഷയ് ഇവിടെ തൻ്റെ കസ്റ്റഡിയിലുള്ളപ്പോൾ താൻ എങ്ങനെ അങ്ങോട്ട് പോകും? ഇവനിവിടെ സുരക്ഷിതനാണോ എന്നൊന്നും അറിയില്ലല്ലോ. നിരഞ്ജൻ പ്രകാശനെ നോക്കി. അല്ല പ്രകാശ, ദേ ഇവനെ മാറ്റാൻ പറ്റിയ കുറച്ച് സേഫായ സ്ഥലം വേറെ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉപകാരമായിരുന്നു. അതുകൊണ്ട് ഈ സ്ഥലമല്ലാതെ വേറെ വല്ല സ്ഥലം ഉണ്ടെങ്കിൽ പറയും. പക്ഷേ പ്രകാശൻ്റെ അറിവിൽ വേറെ സ്ഥലമൊന്നുമില്ലായിരുന്നു. നിരഞ്ജൻ ഒന്ന് ആലോചിച്ചു. ശരി, ഞാൻ വരുന്നത് വരെ ഇവന് കാവലിരിക്കണം, എങ്ങോട്ടേക്കും പോകരുത്. സ്റ്റീഫൻ തന്നെ കാണാൻ വിളിക്കുന്നത് അക്ഷയ്ക്ക് വേണ്ടിയായിരിക്കുമെന്ന് നിരഞ്ജന് വ്യക്തമായി അറിയാമായിരുന്നു. അതുകൊണ്ട് അക്ഷയെ അവിടെ തന്നെ ആക്കിയിട്ട് പോകുന്നത് സേഫ് അല്ല എന്ന് അവന് നല്ല ബോധ്യമുണ്ടായിരുന്നു. നിരഞ്ജൻ ഇടുക്കിയിൽ വന്നിട്ട് മാസങ്ങളായെങ്കിലും അങ്ങനെ ഒരാളെ ഒളിവിൽ താമസിപ്പിക്കാൻ പറ്റിയ സ്ഥലം കണ്ടുപിടിക്കാനുള്ള കോണ്ടാക്ട്സ് ഒന്നുമില്ല അവന്. മാത്രമല്ല അവന് തൻ്റെ ഐഡന്റിറ്റി വെളിപ്പെടുത്താനും ആവില്ല. ആരിൽ നിന്ന് സഹായം തേടുമെന്ന് ഓർത്തപ്പോഴാണ് പെട്ടെന്നൊരു പേര് നിരഞ്ജന്റെ മനസ്സിലേക്ക് വന്നത്. നിരഞ്ജൻ ബൈക്കിലിരുന്നു കൊണ്ട് അപർണയുടെ നമ്പർ ഡയൽ ചെയ്തു. കിഡ്നാപ്പിംഗ് കഴിഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ടൊന്ന് വിളിച്ചിട്ടേയില്ല. സംസാരിക്കുമോ അതോ ചീത്ത വിളിക്കുമോ എന്ന് ദൈവത്തിനറിയാം. അപർണ കോൾ എടുക്കുമോ ഇല്ലയോ എന്നത് നിരഞ്ജന് കൺഫ്യൂഷനായിരുന്നു. പക്ഷേ ഫസ്റ്റ് റിംഗിൽ തന്നെ അപർണ കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ബോസ്, പറയൂ. സോറി യാർ, അന്നത്തെ ദിവസത്തിന് ശേഷം എനിക്ക് നിന്നെ വിളിക്കാൻ പറ്റിയതേയില്ല. ഇറ്റ്സ് ഓക്കെ. എന്തു പറ്റി? പറയൂ, എന്തെങ്കിലും ആവശ്യമുണ്ടോ? എടോ അതെ, എനിക്കൊരാളെ ഒരു 6-7 മാസം കസ്റ്റഡിയിൽ വെക്കാനുണ്ട് ഇടുക്കിയിൽ. അതിന് പറ്റിയ സ്ഥലം വല്ലതുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാ. 7 മാസമല്ല, 7 കൊല്ലം വേണമെങ്കിലും വെക്കാം. ഞാൻ അഡ്രസ് അയച്ചുതരാം. അയാളെ ആ അഡ്രസ്സിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഇത്രയും പറഞ്ഞ് അപർണ കോൾ കട്ട് ചെയ്തു. ഉടൻ തന്നെ നിരഞ്ജന്റെ ഫോണിലേക്ക് ഒരു അഡ്രസ് ടെക്സ്റ്റ് മെസ്സേജ് വന്നു. നിരഞ്ജൻ ആ അഡ്രസ് ഉടൻ തന്നെ പ്രകാശിന് ഫോർവേഡ് ചെയ്തു. എന്നിട്ട് അയാളെ കണക്ട് ചെയ്തു. ഹലോ പ്രകാശ, ഞാനൊരു അഡ്രസ്സ് അയച്ചിട്ടുണ്ട്. അക്ഷയെ എത്രയും വേഗം അവിടെ എത്തിക്കണം. എന്നിട്ട് നീ നിന്റെ ആളുകളെ കൂട്ടി ശരണ്യയുടെ ഓഫീസിന് പുറത്തെത്തണം. നിരഞ്ജൻ സ്റ്റീഫനെ കാണുന്നതിന് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി അങ്ങോട്ട് പോകാൻ റെഡിയായി. അതേസമയം സ്റ്റീഫൻ അവിടെ ശരണ്യയുടെ ഓഫീസിന്റെ ബാൽക്കണിയിൽ നിന്ന് ദുർഗയ്ക്ക് മാർക്കിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അപ്പോഴാണ് ദുർഗയ്ക്ക് മാർക്ക് എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ സമയമായി എന്നത് ഓർമ്മ വന്നത്. അവൾ പെട്ടെന്ന് തന്നെ എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തുമ്പോൾ മാർക്ക് വെയിറ്റിംഗ് ലോഞ്ചിൽ അവളെയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. അവൾ അയാളോട് ക്ഷമ ചോദിച്ചു. ഐ ആം സോറി മാർക്ക്, കുറച്ച് ലേറ്റ് ആയിപ്പോയി. ഹേ, അത് കുഴപ്പമില്ല. മാർക്ക് നല്ല ശുദ്ധമായ മലയാളം സംസാരിക്കുന്നത് കേട്ട് ദുർഗയുടെ കണ്ണും പിഴിഞ്ഞു. സാറിനെങ്ങനെ മലയാളം? അറിയാം, ഇതെന്റെ ഒരു പ്രൊഡക്റ്റീവ് സ്കില്ലാണ്. ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകുന്നതിന് മുൻപ് അവിടുത്തെ ലാംഗ്വേജ് ആൻഡ് കൾച്ചർ പഠിച്ചെടുക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട്. ഓക്കെ സർ. സ്റ്റീഫൻ സാറിന് വേറെ ചില അത്യാവശ്യങ്ങൾ വന്ന കാരണം ഇന്ന് സാറിന് മീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതാ എന്നെ അയച്ചത്. അതൊന്നും കുഴപ്പമില്ല. സ്റ്റീഫൻ എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദുർഗ വളരെ സ്മാർട്ടാണ്, എല്ലാ കാര്യങ്ങളും ദുർഗ നോക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. സോ ദുർഗ, ഷൽ വി മൂവ്? എൻ്റെയും സ്റ്റീഫൻ്റെയും പുതിയ പ്രൊജക്റ്റ് തുടങ്ങാൻ പോകുന്ന ആ കൺസ്ട്രക്ഷൻ സൈറ്റ് എനിക്കൊന്ന് കാണണം. ദുർഗ മാർക്കിനെയും കൂട്ടി അയാൾ പറഞ്ഞ സ്ഥലങ്ങളിലും അവരുടെ പുതിയ പ്രൊജക്റ്റായ സ്മാർട്ട് ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ ഏരിയയിലേക്കും കൊണ്ടുപോയി. ആ സമയങ്ങളിലെല്ലാം മാർക്ക് ആരെയോ ഫോണിൽ വിളിക്കാൻ ശ്രമിക്കുന്നതും കിട്ടാത്തതിനാൽ ടെൻഷനാകുന്നതും ദുർഗ ശ്രദ്ധിച്ചിരുന്നു. സർ, സാറിന്റെ സിമ്മിയുടെ വർക്കാവില്ല. സാറിന് വേണമെങ്കിൽ എന്റെ ഫോൺ ഉപയോഗിക്കാം. ഏയ് വേണ്ട മിസ് ദുർഗ, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചതാ. സാരമില്ല, ഞാൻ പിന്നെ വിളിച്ചോളാം. എനിവേ, താങ്ക് യു ഫോർ യുവർ കൺസേൺ. ദുർഗയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും മാർക്കിൻ്റെ ഉള്ളിൽ പലവിധ ചിന്തകൾ ഓടുന്നുണ്ടായിരുന്നു. ഐ മസ്റ്റ് ഫൈൻഡ് ഹിം ഔട്ട്. ഹി കുഡ് ബിക്കം എ ത്രെറ്റ് ടു മീ. അവനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ മതിയാകൂ. മാർക്കിൻ്റെ ബോഡി ലാംഗ്വേജും ടെൻഷനും ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നു അയാളിവിടെ ബിസിനസ്സിന് വേണ്ടി മാത്രം വന്നതല്ല എന്ന്. പക്ഷേ അയാൾ അത് ദുർഗയിൽ നിന്നും മറച്ചു പിടിക്കാൻ വളരെ വിദഗ്ധമായി ശ്രമിച്ചുകൊണ്ടിരുന്നു. അതേസമയം ദുർഗ മാർക്കിനെ തന്നെ നിരീക്ഷിക്കുകയായിരുന്നു. എന്നാൽ പെട്ടെന്ന് എന്തോ ഒന്ന് മനസ്സിലായതുപോലെ അവൾ ഞെട്ടിവിറച്ചു. ഇംപോസിബിൾ, ഇത് ഇയാളാവില്ല. ഇതേസമയം നിരഞ്ജനും സ്റ്റീഫന്റെ മറ്റൊരു നിറം മാറ്റം കണ്ട് വിശ്വസിക്കാനാവാതെ നോക്കുകയായിരുന്നു. നിരഞ്ജൻ ശരണ്യയുടെ ഓഫീസിലേക്ക് കയറി ചെന്നതും സ്റ്റീഫൻ വേഗം തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് കൈനീട്ടി. തന്റെ നേരെ പകച്ചു നോക്കി നിൽക്കുന്ന നിരഞ്ജന് ഇരിക്കാൻ വേണ്ടി കസേര നീക്കി കൊടുത്ത ശേഷം സ്റ്റീഫൻ സംസാരിച്ചു തുടങ്ങി. എന്നെ ഇങ്ങനെ നോക്കാതെടോ. താൻ എൻ്റെ ആളുകളെ കിഡ്നാപ്പ് ചെയ്തതുകൊണ്ടല്ല ഞാൻ തന്നെ കാണണമെന്ന് പറഞ്ഞത്. നിരഞ്ജൻ ഒരു നിമിഷം വല്ലാതായി. പിന്നെ എന്തിനാവും സ്റ്റീഫൻ തന്നെ വിളിച്ചിട്ടുണ്ടാവുക?
സ്റ്റീഫന്റെ ഈ വിചിത്രമായ പെരുമാറ്റം കണ്ട് നിരഞ്ജൻ അത്ഭുതപ്പെട്ടു നിന്നു. താൻ ഇത്രയൊക്കെ ചെയ്തിട്ടും സ്റ്റീഫൻ തന്നോടിങ്ങനെ ബഹുമാനത്തോടെ പെരുമാറുന്നത് കണ്ടിട്ട് നിരഞ്ജൻ അത്ര വിശ്വാസം വന്നില്ല. ഓക്കെ നിരഞ്ജൻ, ഞാൻ വിഷയത്തിലേക്ക് വരാം. നീ എൻ്റെ ആളുകളെ കൊന്നതൊക്കെ ഞാനങ്ങ് മറക്കാം. നമ്മൾ പണ്ട് ചെയ്തിരുന്ന പണി തന്നെ വീണ്ടും ചെയ്തു തുടങ്ങാം. പക്ഷെ നിങ്ങൾ എനിക്കൊരു വാക്ക് തരണം. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ എനിക്കൊരു ഉപദ്രവവും ചെയ്യില്ല എന്ന്. നിരഞ്ജൻ ഒന്ന് നിശ്വസിച്ചു. അതൊന്നും എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല സ്റ്റീഫൻ. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് മാത്രമല്ല, എനിക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നെ പെടുത്താൻ വേണ്ടി ബോംബ് വെച്ചതൊക്കെ മറന്നുപോയോ? ശരണ്യയോട് ഇത് നീ പറഞ്ഞു കാണില്ല എന്നെനിക്കറിയാം. പറയുമ്പോൾ എല്ലാം പറയണ്ടേ? എന്നാൽ ബോംബ് വെച്ചത് അക്ഷയുടെ മാത്രം പ്ലാനിംഗ് ആയിരുന്നുവെന്ന് പറഞ്ഞ് സ്റ്റീഫൻ കൈ കഴുകി. രണ്ടുപേരുടെയും സംഭാഷണം ശ്രദ്ധയോടെ കേട്ട് നിൽക്കുകയായിരുന്നു ശരണ്യ. വാക്ക് പറയാൻ പറ്റില്ലെങ്കിൽ നീ പറയണ്ട നിരഞ്ജൻ. പക്ഷേ സ്റ്റീഫൻ നിന്നോട് സംസാരിക്കാൻ വേണ്ടി മാത്രാ ഇവിടം വരെ വന്നത്. അതുകൊണ്ട് നിങ്ങൾ വീണ്ടും ഒന്നിക്കണമെന്ന് തന്നെയാ എന്റെയും അഭിപ്രായം. എന്തു ചെയ്താൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാനാകുമെന്ന് നിരഞ്ജന് ഒരു ഐഡിയയും കിട്ടുന്നില്ലായിരുന്നു. സ്റ്റീഫനെ പോലെ ഒരു ക്രിമിനലുമായി ഒത്തുപോകാൻ നിരഞ്ജന്റെ എത്തിക്സ് അവനെ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. എങ്കിലും വരുന്നത് വരട്ടെ എന്ന ആലോചനയിൽ അവൻ സ്റ്റീഫന് നേരെ കൈനീട്ടി. ശരി, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ടാവും. പക്ഷെ നിങ്ങളുടെ ജോലികൾക്കൊന്നും എന്നെ നോക്കണ്ട. സ്റ്റീഫൻ ഒന്ന് ചിരിച്ചു. എന്റെ ജോലിക്കായാണ് ഞാൻ നിന്നെ വിളിക്കുന്നത് നിരഞ്ജൻ. ആക്ച്വലി ഞാനൊരു സ്മാർട്ട് ബിൽഡിംഗ് പ്രൊജക്റ്റ് തുടങ്ങുന്നുണ്ട്. അത് നീയും ദുർഗയും കൂടെ ലീഡ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ദുർഗയുടെ പേര് കേട്ടതും നിരഞ്ജന്റെ മുഖത്ത് ഒരു തിളക്കമുണ്ടായി. സ്റ്റീഫൻ നിരഞ്ജനെയും സ്മാർട്ട് ബിൽഡിംഗ് പ്രൊജക്റ്റിൽ ചേർത്തപ്പോൾ ദുർഗ ഇപ്പോഴും മാർക്കിന്റെ കൂടെ അതേ പ്രൊജക്റ്റിന്റെ ആവശ്യത്തിന് വേണ്ടി നടക്കുകയായിരുന്നു. അങ്ങനെ അയാളോട് സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് ദുർഗയുടെ നോട്ടം മാർക്കിന്റെ വാച്ചിലേക്ക് നീണ്ടത്. ആ വാച്ച് കണ്ടതും അവളിൽ ഒരു ഞെട്ടലുണ്ടായി. കാരണം അവൾ ആ വാച്ച് ലോകത്തിൽ ഒരേ ഒരാളുടെ ഫോട്ടോയിലേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ, വിജോ മാരിയോയുടെ ഫോട്ടോയിൽ. ഫോണിൽ ആരെയോ വിളിക്കാൻ ശ്രമിച്ച് കിട്ടാതെ തിരിയുമ്പോഴാണ് മാർക്ക് തന്റെ വാച്ചിലേക്ക് തന്നെ തുറിച്ചു നോക്കി നിൽക്കുന്ന ദുർഗയെ കണ്ടത്. അത് കണ്ടതും അയാളുടെ കണ്ണുകൾ കുറുകി. എന്തുപറ്റി മിസ് ദുർഗ? ഒന്നുമില്ല സർ. ആക്ച്വലി എൻ്റെ ഈ വാച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ഡോണായ വിജോ മാരിയോയുടെ വാച്ചിന്റെ അതേ പകർപ്പാണ്. ഇയാൾ എങ്ങനെ താൻ മനസ്സിൽ ചിന്തിച്ചതറിഞ്ഞു എന്ന് കരുതി ദുർഗ ആശ്ചര്യപ്പെട്ട് നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്നും സ്റ്റീഫന്റെ ശബ്ദം അവളെ ഉണർത്തിയത്. ഏയ് മാർക്ക്, സുഖമല്ലേ? ദുർഗ എല്ലാ സൈറ്റുകളും കാണിച്ചു തന്നില്ലേ? സ്റ്റീഫനെ കണ്ടതും മാർക്ക് സന്തോഷത്തോടെ ഓടിച്ചെന്നു. എന്നാൽ സ്റ്റീഫന്റെ പിന്നിൽ നിൽക്കുന്ന ആളെ കണ്ടതും മാർക്കിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. അയാളുടെ ഭാവമാറ്റം കണ്ട് ദുർഗ സ്റ്റീഫന്റെ പിന്നിലേക്ക് നോക്കുമ്പോൾ അവിടെ നിരഞ്ജനല്ലാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. അത് കണ്ട് സ്റ്റീഫനും ഞെട്ടി. ശരണ്യയുടെ ഓഫീസിൽ നിന്ന് മാർക്കിനെ കാണാൻ വേണ്ടി സ്റ്റീഫൻ നിരഞ്ജനെയും നിർബന്ധിച്ച് കൂടെ കൂട്ടിയിരുന്നു. എന്തുപറ്റി മാർക്ക്? നിരഞ്ജനെ തുറിച്ചു നോക്കി നിന്നതല്ലാതെ മാർക്ക് മറുപടി ഒന്നും പറഞ്ഞില്ല. ഈ സിറ്റുവേഷൻ ഗൗരവത്തോടെ വീക്ഷിച്ചു നിന്നിരുന്ന സ്റ്റീഫൻ വേഗം മുന്നോട്ട് വന്നു. മാർക്ക്, ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു. ഇത് നിരഞ്ജൻ. ദുർഗയുടെ കൂടെ ഈ പ്രൊജക്റ്റ് ലീഡ് ചെയ്യുന്നത് നിരഞ്ജനും കൂടെയാണ്. നിരഞ്ജന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് മാർക്ക് കൈനീട്ടി. കൈ കൊടുക്കും നിരഞ്ജൻ. ശരിക്കു പറഞ്ഞ മാർക്കിന് പുതിയ ആളുകളെ പരിചയപ്പെടുന്നത് അത്ര ഇഷ്ടമല്ല. നിരഞ്ജനും മാർക്കും പരസ്പരം കൈകൊടുത്തു. തൻ്റെ കൂടെയുള്ള ജോലി നല്ല അടിപൊളിയാവുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ നിരഞ്ജൻ. നിരഞ്ജൻ അത് കേട്ട് തലയാട്ടി. മാർക്കും നിരഞ്ജനും തമ്മിൽ സംസാരിക്കുന്നതിൽ എന്തോ കുഴപ്പമുള്ളതുപോലെ ദുർഗയ്ക്ക് തോന്നി. അവൾ ചിന്തിക്കുകയായിരുന്നു, നിരഞ്ജൻ എന്തു ചെയ്തിട്ടാണ് സ്റ്റീഫൻ ഇത്ര വലിയ പ്രൊജക്റ്റിൽ നിരഞ്ജനെ കൂട്ടിയതെന്ന്. നിരഞ്ജനും ദുർഗയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി അവളെ കളിയാക്കുന്നത് പോലെ ചിരിച്ചുകൊണ്ടേയിരുന്നു. സ്റ്റീഫനും മാർക്കും ബിസിനസ് കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ മാർക്ക് പെട്ടെന്ന് നിരഞ്ജനെ നോക്കി. സ്റ്റീഫൻ, ഞാൻ നിന്റെ എല്ലാ സൈറ്റുകളും കണ്ട സ്ഥിതിക്ക് നീ നിരഞ്ജനെ എൻ്റെ കൂടെ ബ്രസീലിലേക്ക് അയക്കൂ. അപ്പോൾ അയാൾക്ക് അവിടെയുള്ള എല്ലാ പേപ്പർ വർക്ക്സും പ്രോജക്ട്സും കംപ്ലീറ്റ് ആക്കി തിരികെ വരാമല്ലോ. എന്നാൽ ഇത്രയും സെൻസിറ്റീവായ വിഷയത്തിൽ നിരഞ്ജനെ വിശ്വസിക്കാനാവില്ല എന്ന് സ്റ്റീഫൻ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ ആകെ കൺഫ്യൂസ്ഡായി. പക്ഷേ മാർക്ക്, നിരഞ്ജൻ ഇതൊക്കെ പഠിച്ചു വരുന്നതേയുള്ളൂ. അതുകൊണ്ട് ദുർഗയെ നിന്റെ കൂടെ കൊണ്ടുപോകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. സ്റ്റീഫന്റെ വാക്കുകൾ കേട്ട് മാർക്ക് മുഖത്ത് നിരാശ പ്രകടിപ്പിച്ചെങ്കിലും ഉള്ളിൽ അയാൾ ചിരിക്കുകയായിരുന്നു. ഓക്കെ സ്റ്റീഫൻ, അതും ഒരു മികച്ച തീരുമാനമാണ്. ഓക്കെ ദുർഗ, നാളെ രാവിലെ തന്നെ പോകാൻ റെഡിയായിക്കോളൂ. ദുർഗയ്ക്ക് മറുത്തൊന്നും പറയാൻ കഴിഞ്ഞില്ല. കാരണം താൻ എതിര് പറഞ്ഞാൽ അത് സ്റ്റീഫന് സംശയമുണ്ടാക്കുമോ എന്നവൾ ഭയന്നു. മാത്രമല്ല യൂസഫിനെ ചോദ്യം ചെയ്യുകയും വേണമല്ലോ. എന്തായാലും ബ്രസീലിൽ നിന്ന് പെട്ടെന്ന് തന്നെ തിരികെ വരുമല്ലോ എന്ന ചിന്തയിൽ അവൾ ഒന്നും മിണ്ടിയില്ല. ദുർഗ യാത്രയുടെ തയ്യാറെടുപ്പുകൾ നടത്താൻ വേണ്ടി വീട്ടിലേക്ക് പോയി.
അവൾ പോയതിന് പിന്നാലെ നിരഞ്ജനം ചെന്നു. കുറച്ച് സമയം വിശ്രമിക്കാൻ എന്ന പേരിൽ റൂമിലെത്തിയ മാർക്ക് പെട്ടെന്ന് തന്റെ ഫോണിൽ ഒരു നമ്പർ ഡയൽ ചെയ്ത ശേഷം ചെവിയിൽ വെച്ചു. ഹലോ, ഞാൻ രാവിലെ മുതൽ അവനെ വിളിക്കുക. എനിക്കിപ്പോൾ തന്നെ അവന്റെ ലൊക്കേഷൻ കിട്ടണം. 1 സെക്കൻഡ് സർ, ഞാൻ അയാളുടെ ലൊക്കേഷൻ ടെക്സ്റ്റ് ചെയ്തുതരാം. അല്പസമയത്തിനകം മൊബൈലിൽ വന്ന ലൊക്കേഷൻ കണ്ട് അയാൾ ചിരിച്ചു. ശേഷം തന്റെ ഷൂവിന്റെ ഉള്ളിൽ ഫിറ്റാവുന്ന തരത്തിലുള്ള ഒരു പിസ്റ്റൾ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് തിരികെ വെച്ച് വേഗത്തിൽ റൂമിന് പുറത്തേക്ക് ഇറങ്ങി നടന്നു. അപ്പോഴേക്കും വീട്ടിലേക്കെത്തിയ നിരഞ്ജന്റെ ഫോണിലേക്ക് പ്രകാശന്റെ കോൾ വന്നിരുന്നു. സാറേ, ഞാനിവിടെ ശരണ്യയുടെ ഓഫീസിന്റെ മുന്നിൽ തന്നെയുണ്ട്. എന്താ ചെയ്യണ്ടേ? ഉള്ളിലേക്ക് വരണോ? നിരഞ്ജൻ തലയിൽ കൈവച്ചു. അയ്യോ പ്രകാശ, സോറി, ഞാൻ തിരക്കിനിടയ്ക്ക് നിങ്ങളുടെ കാര്യം വിട്ടുപോയല്ലോ. എന്നാ ഞാൻ വീട്ടിലേക്ക് വിട്ടോട്ടെ സാറേ. ഓക്കെ, പക്ഷെ പോകുന്ന വഴിക്ക് ആ അക്ഷയനെ ഒന്ന് നോക്കിയിട്ട് പൊക്കോ. നിരഞ്ജൻ പറഞ്ഞത് പ്രകാരം പ്രകാശൻ തന്റെ കൂട്ടാളികളെയും കൂട്ടി അക്ഷയനെ ഒളിവിൽ താമസിപ്പിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോയി. പക്ഷെ അവിടെ എത്തിയപ്പോൾ കണ്ട കാഴ്ചയിൽ അവർ ഞെട്ടിത്തെറിച്ചു. പ്രകാശന്റെ ആളുകളിൽ 4 പേരുടെ ശവം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പ്രകാശൻ മാത്രമല്ല, അവന്റെ കൂടെ ഉണ്ടായിരുന്നവരാരും ശ്വാസമില്ലാതെ നിന്നുപോയി. പ്രകാശ, നീയല്ലേ പറഞ്ഞത് ഇത് ഇടുക്കിയിലെ ഏറ്റവും സേഫായ സ്ഥലമാണെന്ന്? പ്രകാശൻ തന്റെ കൂട്ടുകാരൻ പറഞ്ഞത് കേട്ട് പല്ല് കടിച്ചു. ഒന്നും മിണ്ടാതെ എന്റെ കൂടെ വാ പൊട്ടന്മാരെ. പ്രകാശന്റെ നിർബന്ധത്തിന് വഴങ്ങി കൂടെയുള്ളവർ അയാളെ പിന്തുടർന്നു. അവരകത്തേക്ക് കയറിയപ്പോൾ അക്ഷയുടെ സെല്ലിന് പുറത്ത് ആരുടെയൊക്കെയോ ശവശരീരങ്ങൾ കിടക്കുന്നത് കണ്ടു. ഒപ്പം അവിടെ ഒരാളുടെ നിഴലും. അക്ഷയ്, നീ എന്നെ ഒറ്റിക്കൊടുത്തു. നീ എന്റെ സകല പ്ലാനും നിരഞ്ജന് പറഞ്ഞു കൊടുത്തു. ഇനി നീ ജീവിച്ചിരിക്കണ്ട. അക്ഷയ് ജീവഭയം കൊണ്ട് കരഞ്ഞു. ദീപക്, പ്ലീസ്, എനിക്കൊരു അബദ്ധം പറ്റി. പ്ലീസ് എന്നെ കൊല്ലരുത്. എന്നാൽ അതിനൊന്നും ചെവി കൊടുക്കാതെ ദീപക് അക്ഷയുടെ കഴുത്ത് പിടിച്ചു വളച്ചു. അക്ഷയെ കൊലപ്പെടുത്തിയ ശേഷം ദീപക് ആ സെല്ലിൽ നിന്ന് പുറത്തേക്കിറങ്ങി. കേരളത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ കൊലപാതകമാണ്. ആ തെണ്ടി എൻ്റെ ഒരു കൈക്ക് പോലും ഇല്ലായിരുന്നു. യഥാർത്ഥത്തിൽ ദീപക് എന്ന കൊലയാളി ഇന്ന് രാവിലെ തന്നെ സ്റ്റീഫന്റെ ബിസിനസ് പാർട്ണറായി കേരളത്തിലെത്തിയിരുന്നു. പക്ഷേ മാർക്ക് എന്ന പേരിലാണെന്ന് മാത്രം. അക്ഷയനെ വിളിച്ചിട്ട് കിട്ടാതെ വന്നപ്പോൾ അവന്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് വന്നതായിരുന്നു അയാൾ. എല്ലാ പ്ലാനുകളുടെയും സൂത്രധാരൻ സത്യത്തിൽ ദീപക്കായിരുന്നു. തന്റെ രഹസ്യങ്ങൾ പുറത്തുവിട്ടതോടെ അക്ഷയെ അയാൾ യാതൊരു മനസാക്ഷിയുമില്ലാതെ കൊന്നുകളഞ്ഞു. എന്നെ ഒറ്റിക്കൊടുത്തിട്ട് നീ അങ്ങനെ ജീവിക്കേണ്ട അക്ഷയ്. അക്ഷയെ വകവരുത്തിയ ശേഷം ദീപക് പോകാൻ തുടങ്ങുമ്പോഴാണ് ആരോ പിറുപിറുക്കുന്നത് പോലെ ശബ്ദം കേട്ടത്. അയാളുടെ ചുണ്ടിൽ ഒരു ചിരി വിടർന്നു. പ്രകാശനും കൂട്ടാളികളും അവിടെ തന്നെ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. പ്രകാശന്റെ കൂട്ടാളികൾക്ക് അവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അക്ഷയ് പറഞ്ഞ് ദീപകിന്റെ പേര് കേട്ടതുകൊണ്ട് തന്നെ അവന്റെ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം പോകാമെന്ന് പ്രകാശൻ കരുതി. പ്രകാശന്റെ കൂടെയുണ്ടായിരുന്ന 3 പേരും വിറയലോടെയാണെങ്കിലും അവിടെ തന്നെ നിന്നു. എന്തൊക്കെ പറഞ്ഞാലും ഇത്രയധികം ശവശരീരങ്ങൾ അവരാദ്യമായാണ് കാണുന്നത്. അവിടെ ദീപക് 4 പാടും പരതിയിട്ടും അവർ 4 പേരെ അല്ലാതെ മറ്റാരെയും കാണാൻ സാധിച്ചില്ല. തോന്നിയതാവുമെന്ന് കരുതി പോകാൻ തുടങ്ങുമ്പോഴാണ് ഇരുട്ടിൽ ഒരു ഫ്ലാഷ് മിന്നിയത്. ദീപക് തന്റെ ചുവടുകൾ പ്രകാശന്റെയും കൂട്ടാളികളുടെയും നേർക്ക് തിരിച്ചപ്പോൾ തന്നെ കൂടെയുണ്ടായിരുന്നവർ 3 ചിതറിയോടി. ആ സമയം ധാരാളം മതിയായിരുന്നു ദീപക്കിന് തന്റെ ഗൺ ഉപയോഗിച്ച് അവരുടെ ജീവനെടുക്കാൻ. ഇനി പ്രകാശൻ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. തന്റെ നേർക്ക് നടന്നു വരുന്നത് ദീപക്കല്ല, തന്റെ മരണമാണെന്ന് അയാൾക്ക് തോന്നി. പേടികൊണ്ട് കല്ലുപോലെ നിൽക്കാനേ അയാൾക്കായുള്ളൂ. എന്നാൽ പ്രകാശനെ കണ്ടതും ദീപക് ചിരിക്കാൻ തുടങ്ങി. ഹലോ മിസ്റ്റർ പ്രകാശൻ, നിരഞ്ജന്റെ വലങ്കൈയാണല്ലേ? ദീപക്കിനെ പോലെ ഒരു ക്രൂരനായ ക്രിമിനലിന് തന്റെ പേര് പോലും അറിയാമെന്നോർത്തപ്പോൾ പ്രകാശൻ ഞെട്ടിപ്പോയി. എന്നാൽ ദീപക് പ്രകാശന്റെ പക്കൽ നിന്നും മൊബൈൽ വാങ്ങി അവിടെ നിലത്തേക്കെറിഞ്ഞു. എന്നിട്ട് പ്രകാശന്റെ കഴുത്തിൽ പിടിച്ച് അക്ഷയുടെ ശരീരം കിടക്കുന്ന ഭാഗത്തേക്ക് വലിച്ചിഴച്ചു. നിരഞ്ജനോട് പറയണം എൻ്റെ പേര് ദീപക് എന്നാണെന്നും ഞാൻ അവൻ്റെ ഭാര്യയെ കൂടെ കൊണ്ടുപോകുന്നുണ്ട് എന്നും. അവളെ ജീവനോടെ വേണമെങ്കിൽ അവനോട് അവിടെ വരാൻ പറയണം. എവിടെയാണോ അവൻ എന്നെ തകർത്ത് കളഞ്ഞത് അവിടെ. ഇത്രയും പറഞ്ഞതിന് ശേഷം അയാൾ ആ സെൽ ലോക്ക് ചെയ്തിട്ട് അവിടെ നിന്നും പോയി. ദീപക് ആര്യൻസിന്റെ ഏറ്റവും സേഫായ സ്ഥലം നശിപ്പിച്ച് കടന്നു പോയപ്പോൾ ഇതൊന്നും അറിയാതെ നിരഞ്ജൻ ദുർഗയോടൊപ്പമായിരുന്നു. നിനക്ക് മാർക്കിന്റെ കൂടെ പോകാതിരുന്നൂടെ? അവന്റെ ആ നോട്ടം നീ കണ്ടില്ലേ? പോകാതിരുന്ന എന്റെ പണി പോവും. അയാൾ എന്തിനാ തന്നെ അങ്ങനെ നോക്കിയത്? എനിക്കറിയില്ല. ചിലപ്പോ ഗേ ആകും. നിന്നോട് വല്ല പ്രേമവും തോന്നിയതാണെങ്കിലോ? ദുർഗയുടെ മുഖത്തെ നാണം കണ്ട നിരഞ്ജൻ ആദ്യം ഒരിക്കൽ ഷോക്കായെങ്കിലും അടുത്ത സെക്കൻഡിൽ തന്നെ അയാൾ കള്ളച്ചിരിയോടെ അവളുടെ നേരെ നടന്നു. ഓഹോ, എന്നാ ഗേയും സ്ട്രെയിറ്റും തമ്മിലുള്ള വ്യത്യാസം നിനക്ക് ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞു തരാം. ദേ അവിടെ നിന്നാ മതി. അതായത്
ഇപ്പൊ വേണ്ട, പിന്നെ ആവാന്നാണോ? ദുർഗ ദേഷ്യം ഭാവിച്ചുകൊണ്ട് നിരഞ്ജനെ നോക്കി. അങ്ങനൊരു ചിന്ത വേണ്ട കേട്ടോ, ഒരു കാര്യവുമില്ല. ഇത്രയും പറഞ്ഞ് ദുർഗ തന്റെ ബെഡ്റൂമിലേക്ക് ഓടിക്കയറി വാതിലടച്ചു. നിരഞ്ജനും മനസ്സിലായിരുന്നു തങ്ങൾക്കിടയിൽ ഒരു സ്പാർക്ക് വീണു തുടങ്ങിയെന്ന്. അയാൾ ചെറു ചിരിയോടെ അടുത്ത് കിടന്ന തലയിണയും കെട്ടിപ്പിടിച്ച് സോഫയിലേക്ക് വീണു. ഓക്കെ, എന്നാ ഞാൻ ഈ തലയിണയുടെ പേര് ദുർഗ എന്ന് വെച്ചോട്ടെ. നിനക്ക് പ്രോബ്ലം ഒന്നുമില്ലല്ലോ അല്ലേ? എന്നാ ഞാൻ എന്റെ ചെരുപ്പിന് നിരഞ്ജനെന്ന് പേര് വെക്കട്ടെ, പ്രോബ്ലം ഒന്നുമില്ലല്ലോ. നിരഞ്ജൻ പുഞ്ചിരിയോടെ ഇരുന്നതേയുള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും ദുർഗയുടെ ഒപ്പമുള്ള ഈ ടോം ആൻഡ് ജെറി കളി അവൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതാണ്. പിറ്റേ ദിവസം മാർക്കിന്റെ ഒപ്പം പോകേണ്ടതുകൊണ്ട് ദുർഗ രാത്രി നേരത്തെ ഉറങ്ങാൻ കിടന്നു. ശേഷം രാവിലെ നേരത്തെ തന്നെ ഉണർന്നു പോകാൻ റെഡിയായി എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു. മാർക്കിന്റെ ഒപ്പം പോകുന്നത് ഇഷ്ടമല്ലെങ്കിൽ പോലും അവൾക്ക് മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു. അവൾ എയർപോർട്ടിലെത്തുമ്പോൾ മാർക്ക് അവിടെ ഉണ്ടായിരുന്നു. അയാളുടെ മുഖത്ത് പുതിയ ചില മുറിപ്പാടുകൾ വന്നത് ദുർഗയുടെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തുപറ്റി മാർക്ക്, ഇന്നലെ പുറത്തെവിടെങ്കിലും പോയിരുന്നോ? അത് ഞാൻ ഇന്നലെ കുറച്ച് ഇന്ത്യൻ ഫുഡ് ടേസ്റ്റ് ചെയ്യാമെന്ന് കരുതി പുറത്തു പോയതാ. കുറച്ച് വികൃതി പിള്ളേർ എൻ്റെ ഫോൺ മോഷ്ടിക്കാനുള്ളൊരു ശ്രമം നടത്തി. അതിൽ പറ്റിയതാ ഈ കാണുന്നതൊക്കെ. നിങ്ങൾ എന്തിനാ ഒറ്റയ്ക്കൊക്കെ പുറത്തു പോകാൻ പോയത്? നോക്കിക്കേ, ഒരുപാട് മുറിവുകൾ പറ്റിയിട്ടുണ്ട്. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഫോൺ ഒന്ന് തരാമോ? സ്റ്റീഫനെ വിളിച്ച് നമ്മൾ പുറപ്പെട്ട കാര്യം ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. ദുർഗ ഫോൺ മാർക്കിന് നേരെ നീട്ടി. അവൻ ഫോൺ വാങ്ങി സ്റ്റീഫന് കോൾ ചെയ്തുകൊണ്ട് കുറച്ച് ദൂരേക്ക് മാറി നിന്നു. അവൻ മനഃപൂർവ്വം തന്നെ സംഭാഷണം നീട്ടിക്കൊണ്ട് മാറി നിന്ന് ദുർഗയെ നോക്കി. ദുർഗയും അയാളെ തന്നെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവൾ അയാളെ നോക്കി ഒന്ന് ചിരിച്ച ശേഷം ഫ്രഷ് ആകാൻ വേണ്ടി പോയി. ദുർഗ പോയതിനു ശേഷം മാർക്ക് ദുർഗയുടെ ഫോണിൽ നിന്ന് നിരഞ്ജന് ടെക്സ്റ്റ് അയച്ചു. ടൈം ഫോർ റിവഞ്ച് മിസ്റ്റർ ആര്യൻ. യുവർ വൈഫ് ഫോർ മൈ ബ്രദർ ആൻഡ് ഹിസ് ഡോട്ടർ. നിരഞ്ജന് മെസ്സേജ് അയച്ച ശേഷം മാർക്ക് ആ മെസ്സേജ് ദുർഗയുടെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പിന്നീട് അതിൽ നിന്ന് സിം ഊരിയെടുത്ത് കളഞ്ഞു. തൻ്റെ പ്ലാനുകളെല്ലാം സെറ്റ് ചെയ്ത മാർക്ക് ദുർഗ വന്നതിന് ശേഷവും കോൾ തുടരുന്നതായി ഭാവിച്ചു. ഫ്ലൈറ്റിൻ്റെ ഫൈനൽ കോൾ അനൗൺസ്മെൻറ്റ് വരുന്നതുവരെ അയാൾ അങ്ങനെ ചെയ്തു. ശേഷം ഫോൺ ദുർഗയ്ക്ക് കൊടുത്തു. ആ തിരക്കിനിടയിൽ ഫോൺ ചെക്ക് ചെയ്യാതെ ദുർഗ അത് ബാഗിലേക്കിട്ട് വേഗം മാർക്കിൻ്റെ കൂടെ പോയി. ഇവിടെ നിരഞ്ജൻ ഉറക്കം വിട്ടുണർന്ന ഉടനെ തന്നെ ദുർഗയുടെ നമ്പറിൽ നിന്ന് വന്ന മെസ്സേജ് കണ്ട് പരിഭ്രാന്തനായി. അവൾക്ക് കോൾ ചെയ്തെങ്കിലും നിരാശയായിരുന്നു ഫലം. ദുർഗ ഇപ്പോൾ ഫ്ലൈറ്റിലാവും. ദുർഗയോടൊന്ന് സംസാരിക്കാൻ വേണ്ടി എന്തു ചെയ്യണമെന്ന് നിരഞ്ജൻ ഒരു ഊഹവും കിട്ടുന്നില്ലായിരുന്നു. ആ മെസ്സേജ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പോലും അയാൾക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് തന്നെ തേടി വന്ന അപർണയുടെ കോൾ കണ്ട് അയാൾ വീണ്ടും ഞെട്ടി. അപർണയോട് ഞാൻ ഇന്നലെ സംസാരിച്ചതാണല്ലോ, പിന്നെ ഇപ്പോൾ അവൾ എന്തിനാ കോൾ ചെയ്യുന്നത്? അക്ഷയ് ഇനി സെല്ലിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കി കാണോ? എന്നാൽ അപർണ കോളിൽ പറഞ്ഞ കാര്യം കേട്ട് നിരഞ്ജന്റെ ശ്വാസം തന്നെ നിന്നുപോയ അവസ്ഥയിലായിപ്പോയി. ഹലോ ബോസ്, ഒന്ന് ആര്യൻസിന്റെ സെല്ല് വരെ പോകാൻ കഴിയോ? അവിടെ ആരും എന്റെ കോള് റിസീവ് ചെയ്യുന്നില്ല. നിരഞ്ജൻ വേഗം പ്രകാശന് കോൾ ചെയ്ത് നോക്കി. പക്ഷേ അയാളും കോൾ അറ്റൻഡ് ചെയ്യുന്നില്ലായിരുന്നു. അതോടെ തന്നെ പ്രശ്നത്തിന്റെ ഗൗരവം നിരഞ്ജൻ ഏറെക്കുറെ മനസ്സിലായി തുടങ്ങിയിരുന്നു. അയാൾ ഉടനെ തന്നെ ബൈക്ക് എടുത്ത് അങ്ങോട്ടേക്ക് തിരിച്ചു. അവിടെ എത്തിയപ്പോൾ കൂടിക്കിടക്കുന്ന ശവശരീരങ്ങൾ കണ്ട് അയാളൊന്ന് ഞെട്ടി. പ്രകാശന്റെ കൂട്ടുകാരുടെ മൃതദേഹം കണ്ടപ്പോഴാണ് അയാൾ ശരിക്കും തകർന്നത്. എവിടെയെങ്കിലും പ്രകാശന്റെ ശരീരവും ഇങ്ങനെ കാണേണ്ടി വരുമോ എന്നവൻ ഭയന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ സെല്ലിന്റെ ഉള്ളിൽ നിന്ന് പ്രകാശന്റെ നിലവിളി ശബ്ദം കേട്ടു. നിരഞ്ജൻ ഒറ്റ ഓട്ടത്തിന് സെല്ലിന്റെ അരികിലെത്തി അത് പുറത്തുനിന്ന് തുറന്നതും പ്രകാശൻ ഓടി വന്ന് നിരഞ്ജനെ കെട്ടിപ്പിടിച്ച് നിലവിളിച്ച് കരയാൻ തുടങ്ങി. സാറ്, അവൻ എന്റെ കൂട്ടുകാരെ എല്ലാം കൊന്നുകളഞ്ഞു. ആരാ ഇത് ചെയ്തത്? പ്രകാശൻ ഓടി തന്റെ ഫോണിനടുത്തെത്തി രാത്രിയിൽ താൻ എടുത്ത ഫോട്ടോ നിരഞ്ജന് നേരെ നീട്ടി. ദീപക്കാണ് സാറേ, ദാ ഇത് അവന്റെ ഫോട്ടോ. പ്രകാശൻ കാണിച്ച ദീപകിന്റെ ഫോട്ടോ കണ്ട് നിരഞ്ജന് തല കറങ്ങുന്നത് പോലെ തോന്നി. ദുർഗയെ ബ്രസീലിൽ കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്ന മാർക്ക് യഥാർത്ഥത്തിൽ ദീപക്കാണെന്നുള്ള സത്യം നിരഞ്ജനെ ഭയചകിതനാക്കി. ഇല്ല, ഞാനത് സമ്മതിക്കില്ല. പ്രകാശൻ കാണിച്ചു കൊടുത്ത ഫോട്ടോ നോക്കിയ നിരഞ്ജന് തല കറങ്ങുന്നത് പോലെ തോന്നി. അവന് അപ്പോഴാണ് ദുർഗയുടെ ഫോണിൽ നിന്ന് വന്ന മെസ്സേജിന്റെ അർത്ഥം മനസ്സിലായത്. ഓ ഗോഡ്, ഇനി എന്തു ചെയ്യും? തന്റെ ഡിറ്റക്റ്റീവ് ജീവിതത്തിൽ ഇതാദ്യമായാണ് നിരഞ്ജന് ഇങ്ങനെ നിസ്സഹായനായി നിൽക്കേണ്ട അവസ്ഥ വന്നത്. അയാൾ തലയ്ക്ക് കൈ കൊടുത്ത് നിലത്തേക്കിരുന്നു പോയി. ദീപകിനെ കണ്ടതു മുതലുള്ള കാര്യങ്ങൾ ഒരു മൂവി കാണുന്നത് പോലെ നിരഞ്ജന്റെ ഓർമ്മയിലൂടെ മിന്നിമാഞ്ഞു. ദീപക് എന്തിനാണ് ഇത്രയും ദഹിപ്പിക്കുന്ന കണ്ണുകളോടെ തന്നെ നോക്കിയതെന്ന് നിരഞ്ജൻ ഓർത്തു. എത്രയൊക്കെ ചിന്തിച്ചിട്ടും ദീപകിന് തന്നോട് എന്തിനാണ് ഇത്ര വൈരാഗ്യമെന്ന് മാത്രം നിരഞ്ജന് ഓർമ്മ കിട്ടിയില്ല. ദീപക് എന്ന ഡോണിനോട് താൻ എന്തെങ്കിലും മോശമായി ചെയ്തതായി അയാൾക്ക് ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല.
പ്രകാശൻ തൻ്റെ സുഹൃത്തുക്കളുടെ മരണത്തിൽ അങ്ങേയറ്റം അസ്വസ്ഥനായിരുന്നു. എന്നാൽ നിരഞ്ജനും എന്തോ ടെൻഷൻ ഉണ്ടെന്ന് അയാൾ ശ്രദ്ധിച്ചു. എന്തുപറ്റി സാർ? എന്തെങ്കിലും ടെൻഷനുണ്ടോ? നിരഞ്ജൻ ശരിക്കും ഒരു ലക്ക് കേട്ട അവസ്ഥയിലായിരുന്നു. എന്നാൽ പ്രകാശൻ രണ്ടാമതും ചോദിച്ചപ്പോൾ അവൻ അയാളോട് സംസാരിക്കാൻ നിർബന്ധിതനായി. പ്രകാശ, ദുർഗ, അവളിപ്പോൾ ദീപക്കിൻ്റെ ഒപ്പമാ. ഇത്രയും മാസങ്ങൾ നിരഞ്ജനോടൊപ്പം ചിലവഴിച്ചതിൽ നിന്ന് പ്രകാശന് ദുർഗയെക്കുറിച്ച് അറിയാമായിരുന്നു. പക്ഷെ സാറേ, അവൻ എന്തിനാ നിങ്ങളെ പിന്തുടരുന്നത്? അയാളോട് എന്ത് മറുപടി പറയണമെന്ന് നിരഞ്ജന് അറിയില്ലായിരുന്നു. അപ്പോഴാണ് നിരഞ്ജന്റെ ഫോണിലേക്ക് അപർണയുടെ കോൾ വന്നത്. നിരഞ്ജൻ, നിങ്ങൾ അവിടെ എത്തിയോ? അവിടെ ആരുമില്ലേ? എന്താ ആരും റിപ്ലൈ തരാത്തെ? ഞാനിവിടെ ഉണ്ട് അപർണ. പിന്നെ നിനക്കൊരു ദീപക്കിനറിയോ? ഇല്ല നിരഞ്ജൻ, എനിക്ക് ആ പേര് വലിയ പരിചയമില്ല. അതല്ല, ആര്യൻസിലെ ആരും എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തെ? അതിനിവിടെ ആരും ജീവനോടെ ഇല്ല അപർണ. നിരഞ്ജന്റെ വാക്കുകൾ കേട്ട് അപർണ ഞെട്ടിയെങ്കിലും നിരഞ്ജൻ ഡീറ്റെയിൽസ് ഫുൾ പറഞ്ഞപ്പോൾ അവൾ ഗൗരവത്തിലായി. ബോസ്, ദീപക് ബ്രസീലിലെ ഏറ്റവും വലിയ ഡോണാ. പക്ഷെ അയാൾക്ക് എന്തിനാ എന്നോട് ഇത്രയ്ക്ക് ദേഷ്യം? അത് ബോസിന്റെ അവസാന ഓപ്പറേഷൻ. അപർണയുടെ വാക്കുകൾ കേട്ടതും നിരഞ്ജൻ ആകെ തകർന്നു. വെറും 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ രക്തം തന്റെ കൈകളിൽ പറ്റിയ ആ ദിവസം അവന്റെ മനസ്സിലേക്കെത്തി. അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. തന്റെ കരിയറിൽ നിന്ന് വിരമിക്കുന്ന തരത്തിൽ തന്നെ തകർത്തത് ആ 12 വയസ്സുള്ള പെൺകുട്ടിയുടെ മരണമാണെന്ന് നിരഞ്ജൻ ഓർത്തു. ഈ ദൗത്യത്തിനു വേണ്ടി മാത്രമാണ് താൻ കേരളത്തിലേക്ക് വന്നത്. ആ കുഞ്ഞിനെ ഓർക്കാത്ത ഒറ്റ ദിവസം പോലും ഉണ്ടായിട്ടില്ല അവന്റെ ജീവിതത്തിൽ. എത്ര ഓടി ഒളിക്കാൻ ശ്രമിച്ചിട്ടും ആ ഓർമ്മകൾ അവനെ വിടാതെ പിന്തുടരുന്നുണ്ടായിരുന്നു. ബോസ്, ദീപക് നിങ്ങളെ കൊന്ന ആ ഗുണ്ടാത്തലവന്റെ സഹോദരനാ. അയാള് ദുർഗയെ കൂട്ടിക്കൊണ്ടുപോയത് അയാളുടെ സഹോദരന്റെ മകളുടെ ജീവന് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാ. അപർണയുടെ വാക്കുകൾ നിരഞ്ജനെ കൂടുതൽ തകർത്തു. അവന് ദുർഗയെ മാത്രമാണ് ഓർമ്മ വന്നത്. എന്തു ചെയ്യുമെന്ന് ആലോചിച്ച് നിരഞ്ജൻ നിലത്തേക്കിരുന്നു. എന്നാൽ ഇവിടെ മാർക്കിന്റെ സത്യം അറിയാതെ അയാളുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു ദുർഗ. ഓക്കെ മാർക്ക്, നമ്മൾ എപ്പോ എത്തും? എന്തുപറ്റി? തിരക്കുണ്ടോ? എനിക്ക് ബ്രസീലിൽ പോകാനല്ല, തിരികെ കേരളത്തിലേക്ക് വരാനാ തിരക്ക്. എനിക്കെന്നെ നാടാ ഏറ്റവും ഇഷ്ടം. പക്ഷേ ഇനി നിനക്കൊരിക്കലും തിരികെ കേരളത്തിലേക്ക് വരാൻ പറ്റിയില്ലെങ്കിലോ? ദുർഗയുടെ മുഖത്ത് അത് കേട്ടപ്പോൾ ചെറിയൊരു ഭയം നിറഞ്ഞു. എന്ന് വെച്ചാൽ എന്താ? മാർക്ക് എന്താ ഉദ്ദേശിച്ചത്? അല്ല, ഞാൻ നിനക്ക് നല്ലൊരു സാലറി ഓഫർ ചെയ്യുകയാണെങ്കിൽ നീ ഇവിടെ ബ്രസീലിൽ തന്നെ നിൽക്കില്ലേ? ഇല്ല മാർക്ക്, എന്റെ ഫാമിലിയെല്ലാം നാട്ടിലാ ഉള്ളത്. അതുകൊണ്ട് ഞാനും അവിടെ നിൽക്കൂ. ഓക്കെ, അത് വിട്. നിങ്ങൾ ഇത് പറഞ്ഞേ, നിങ്ങൾ എങ്ങനെ ഇത്ര നന്നായി മലയാളം പറയുന്നത്? വല്ല ക്രാഷ് കോഴ്സും ചെയ്താണോ? എന്താണ് ദുർഗ, കല്യാണമൊക്കെ കഴിഞ്ഞതല്ലേ, എന്നിട്ടും നിനക്ക് എന്നോട് ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ടോ? ഇത് കേട്ട് ദുർഗ ഞെട്ടിത്തരിച്ചുപോയി. സ്റ്റീഫന് പോലും അറിയാത്ത കാര്യമാണ് ഇയാൾ ഇപ്പോൾ തന്നോട് പറഞ്ഞത്. അത് ഇയാൾ എങ്ങനെ അറിഞ്ഞുവെന്ന് ചോദിക്കണമെന്ന് കരുതിയെങ്കിലും അതിനു മുൻപ് മാർക്ക് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ദുർഗ, ഞാൻ ജനിച്ചതും വളർന്നതുമൊക്കെ ഇന്ത്യയിലാണ്. പക്ഷേ എൻ്റെ ഡാഡിൻ്റെ ബിസിനസ്സൊക്കെ നോക്കി നടത്താൻ വേണ്ടി അമ്മയും എൻ്റെ ഏട്ടനുമൊക്കെ ബ്രസീലിലെത്തി. എനിക്ക് പക്ഷേ ഈ ബിസിനസ് ഒന്നും നോക്കി നടത്താൻ വലിയ താല്പര്യമില്ലായിരുന്നു. ചേട്ടനാണ് അതെല്ലാം നോക്കി നടത്തിയിരുന്നത്. പക്ഷേ എന്തു പറ്റി മാർക്ക്? പിന്നീട് എന്താ സംഭവിച്ചേ? ആരോ എൻ്റെ ഏട്ടനെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. മാർക്ക് ഇത് പറഞ്ഞതിന് ശേഷം അയാളോട് തുടർന്നൊന്നും ചോദിക്കാൻ ദുർഗയ്ക്ക് കഴിഞ്ഞില്ല. എത്രയും പെട്ടെന്നൊന്ന് ബ്രസീൽ എത്തിയാൽ മതിയായിരുന്നു എന്നായിരുന്നു അവൾക്ക്. ഇവിടെ നിരഞ്ജൻ ദുർഗയെ എങ്ങനെ രക്ഷപ്പെടുത്തുമെന്നോർത്ത് ഒരു സമാധാനവും കിട്ടാതെ ഇരിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ ഈ ഹാർഡ് സിറ്റുവേഷനിൽ പ്രകാശൻ ഒരു നല്ല സുഹൃത്തായി നിരഞ്ജന്റെ കൂടെ തന്നെ നിന്നു. അയാൾ നിരഞ്ജനെ സെല്ലിൽ നിന്ന് അക്ഷയെ തടവിൽ വെച്ചിരുന്ന സ്ഥലത്തേക്ക് തിരികെ കൂട്ടിക്കൊണ്ടുവന്നു. സാറ്, ഇത്രയൊന്നും ആലോചിക്കണ്ട. വാ, നമുക്ക് നേരെ ബ്രസീലിൽ പോവാം. ആ ദീപക്കിന്റെ പരിപ്പെടുത്തിട്ട് ദുർഗയെ കൂട്ടിക്കൊണ്ടുവരാം. ആ നാറിയെ വെറുതെ വിടാൻ പറ്റുമോ? എൻ്റെ കൂട്ടുകാരെ മൊത്തം ആ നായ കൊന്നു കളഞ്ഞില്ലേ? നിരഞ്ജൻ ഒന്ന് ആലോചിച്ചു. ദുർഗയെ രക്ഷിക്കാൻ ആ വഴി മാത്രമേ ഉള്ളൂ എന്ന് എനിക്കും അറിയാം പ്രകാശ. പക്ഷെ കാര്യങ്ങൾ നീ കരുതുന്നത് പോലെയല്ല. അവിടെ ബ്രസീലിൽ നമ്മുടെ കത്തിയും വാളും ഒന്നും നടക്കത്തില്ല. നീ ഒരാളെ കൊല്ലണമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ നിന്റെ സമയമായിട്ടുണ്ടോ? പ്രകാശൻ നിരഞ്ജനെ ഒന്ന് നോക്കി. സാറേ, എന്നാ പിന്നെ സാർ നീ മാഡത്തിനോട് ഹെൽപ്പ് ചോദിച്ചൂടെ? അക്ഷയ് ഇവിടെ അടച്ചിടാൻ അവരല്ലേ സഹായിച്ചത്? ഹെൽപ്പ് ചോദിച്ചാൽ അവൾ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാ. പക്ഷെ അതിന് പകരമായി എന്നോട് വീണ്ടും ആര്യൻസിലേക്ക് ചെല്ലാൻ ആവശ്യപ്പെടും. അത് എനിക്ക് താല്പര്യമില്ല പ്രകാശ. വീണ്ടും അങ്ങോട്ടേക്ക് പോകാൻ എനിക്ക് വയ്യ. പ്രകാശൻ നിരഞ്ജന്റെ ഒപ്പം കൂടിയിട്ട് കുറച്ച് നാളായതുകൊണ്ട് അവനെ മനസ്സിലാക്കാൻ പ്രകാശന് കഴിയുന്നുണ്ടായിരുന്നു. എന്നാൽ നിരഞ്ജൻ ആരായിരുന്നു എന്നത് അയാൾക്കറിയില്ല. നിരഞ്ജൻ അവനെക്കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ വിശ്വാസം വരാതെ നോക്കിയിരുന്നു പോയി പ്രകാശൻ. സാറ് ഇത്ര വലിയ ഏജന്റായിട്ടാണോ ഇങ്ങനെ ഇവിടെ?
നമുക്ക് അപർണ മാഡത്തിനോട് ഹെൽപ്പ് ചോദിക്കാം, എന്നിട്ട് ബ്രസീലിലേക്ക് പോവാം. ഞാൻ സാറിൻ്റെ ജെയിംസ് ആവാം, സാർ എൻ്റെ ബോണ്ടായേക്കും, പ്രകാശൻ ആവേശത്തോടെ പറഞ്ഞു. എൻ്റെ പ്രകാശ, പിന്നെയും പിന്നെയും അത് തന്നെ പറയാതെ. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അപർണയോട് ഹെൽപ്പ് ചോദിക്കാൻ പറ്റില്ലെന്ന്. അതുകൊണ്ട് നീ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാതെ പോയേ. പിന്നെ ഈ ജെയിംസും ബോണ്ടും രണ്ടുപേരല്ല, ഒരാൾ തന്നെ, വേറെ വേറെ അല്ല. നിരഞ്ജന്റെ വാക്കുകൾ കേട്ട പ്രകാശൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. നിരഞ്ജൻ അപ്പോഴും ചിന്തയിൽ തന്നെയായിരുന്നു. അപർണയുടെ സഹായം കൂടാതെ എങ്ങനെ ബ്രസീലിൽ പോകാം, ദുർഗയെ രക്ഷിക്കാൻ എന്തു ചെയ്യാൻ പറ്റും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവന്റെ തലയിൽ കിടന്നു പുകഞ്ഞു. ആര്യൻസിലേക്ക് വീണ്ടും പോകാതെ എങ്ങനെ ബ്രസീലിലെത്തി ദുർഗയെ രക്ഷിക്കാമെന്നായിരുന്നു നിരഞ്ജന്റെ ചിന്ത. അപ്പോഴാണ് അപർണയുടെ കോൾ അയാളെ തേടിയെത്തിയത്. ഹലോ ബോസ്, അവര് രണ്ടുപേരും ബ്രസീലിലെത്തി. നിരഞ്ജൻ ഒന്നും മിണ്ടിയില്ല. അവന്റെ മനസ്സിൽ ദുർഗയുടെ ചിന്തയല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഈ സമയം അപർണ നിരഞ്ജനെ ആര്യൻസിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനുള്ള കരുക്കൾ നീക്കി തുടങ്ങുകയായിരുന്നു. ബോസിന് ഓക്കെ ആണെങ്കിൽ ഈ കാര്യത്തിൽ ആര്യൻസ് തന്നെ ബോസിനെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ ബോസ് ഒഫീഷ്യലി ആര്യൻസിൽ വീണ്ടും ജോയിൻ ചെയ്യണം. താങ്ക്സ് അപർണ. പക്ഷേ നിനക്കറിയാലോ, ഞാൻ അതിന് തയ്യാറല്ല. കോളിൽ തന്നെ ഉണ്ടായിരുന്ന അപർണ മറ്റെന്തെങ്കിലും പറയുന്നതിന് മുൻപ് തന്നെ നിരഞ്ജൻ കോൾ കട്ട് ചെയ്ത് പ്രകാശനെ നോക്കി. സാറ്, ആ മാഡം പറയുന്നത് അങ്ങ് കേട്ടാ അതല്ലേ നല്ലത്. പിന്നെ സാറ് ആര്യൻസിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും ഒരു കലക്ക് കലക്കായിരുന്നു. നിരഞ്ജൻ പുച്ഛത്തോടെയൊന്ന് ചിരിച്ചു. ആദ്യം ഉണ്ടാവുന്ന രസമൊക്കെ പിന്നെ എത്ര ബുദ്ധിമുട്ടാവുമെന്ന് നിനക്കറിയില്ല പ്രകാശ. പ്രകാശൻ നിരാശയോടെ നിരഞ്ജനെ നോക്കി. പിന്നെ നമ്മൾ ദുർഗയെ എങ്ങനെ രക്ഷിക്കുമെന്ന് പറയേ. നീ എൻ്റെ കൂടെ വാ. ഇവിടെ ഒരു വശത്ത് നിരഞ്ജൻ ദുർഗയെ രക്ഷിക്കാൻ വേണ്ടി ബ്രസീലിൽ പോകാൻ ആലോചിക്കുമ്പോൾ അവിടെ ദുർഗയ്ക്ക് കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി തുടങ്ങിയിരുന്നു. തൻ്റെ മൊബൈലിൽ സിം കാർഡ് ഇല്ല എന്ന സത്യവും അവൾക്ക് അവിടെ എത്തിയതിനു ശേഷം മാത്രമാണ് മനസ്സിലായത്. അതേസമയം ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ദീപക് അയാളുടെ കാറിൽ അവളുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ദുർഗ അവിടെ കാണുന്ന കാര്യങ്ങൾ ഓരോന്നും സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. ദീപകിന്റെ കാറിന് മുന്നിലും പിന്നിലുമായി വേറെ 10 കാറുകൾ കൂടി വന്നു ചേർന്നു. ഓരോന്നിലും അത്യാധുനിക ആയുധ സന്നാഹങ്ങളോടെ അയാളുടെ അംഗരക്ഷകരെയും കണ്ടതോടെ ദുർഗയ്ക്ക് ഇതൊക്കെ വിചിത്രമായി തോന്നി. എന്തോ കുഴപ്പമുണ്ട്. മാർക്കിനെ പോലൊരു സിമ്പിൾ ബിസിനസ്മാന് ഇത്രയധികം ബോഡി ഗാർഡ്സോ, അതും ഇത്രയും അഡ്വാൻസ്ഡ് വെപ്പൺസ് ഒക്കെ ആയിട്ട്. ദുർഗ ഇങ്ങനെ ചുറ്റും നടക്കുന്നതിലൊക്കെ കണ്ണോടിച്ച് അത് മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മാർക്ക് തന്നെ ശ്രദ്ധിക്കുന്നത് അവൾ കണ്ടത്. എന്തുപറ്റി? കുറച്ച് ഡിസ്റ്റർബ്ഡ് ആണെന്ന് തോന്നുന്നല്ലോ. അത് എന്റെ മൊബൈലിലെ സിം കാണുന്നില്ല മാർക്ക്. അത് സാരമില്ല, അരമണിക്കൂറിനുള്ളിൽ നമ്മൾ ഹോട്ടലിലെത്തും. അപ്പോൾ അവിടെ ഒന്ന് കോൾ ചെയ്തോളൂ. മാർക്കിനോട് അയാളുടെ ഫോൺ വാങ്ങാമെന്ന് കരുതിയ ദുർഗ അതോടെ ഒന്നും പറയാൻ കഴിയാതെ ഇരുന്നു പോയി. ദുർഗ വിജനമായ റോഡിലേക്ക് തന്നെ നോക്കിയിരുന്നു. ഏതാണ്ട് അരമണിക്കൂറിന് ശേഷം മാർക്കിന്റെ വാഹന വ്യൂഹം ഒരാളൊഴിഞ്ഞ റോഡിൽ നിർത്തിയപ്പോൾ അവൾ ഞെട്ടി. അവിടെ ആ ഒരു 10 നില കെട്ടിടമല്ലാതെ വേറെ വാഹനങ്ങളോ മനുഷ്യന്മാരോ ഇല്ലായിരുന്നു. ഇതാണോ നിങ്ങളുടെ ഓഫീസ്? പറയാം, പക്ഷെ അതിനു മുൻപ് ഒരു ചെറിയ ജോലി ചെയ്തു തീർക്കാനുണ്ട്. മാർക്ക് കുനിഞ്ഞ് തന്റെ ഷൂ നോക്കി. അയാൾ ഷൂലേസ് കെട്ടുകയാണെന്ന് കരുതിയ ദുർഗയ്ക്ക് ഞെട്ടി. മാർക്ക് തന്റെ ഷൂവിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന സിറിഞ്ച് പോലെയൊരു സാധനമെടുത്ത് ദുർഗയുടെ തോളിൽ കുത്തി. ദുർഗയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുൻപ് തന്നെ ആക്രമണം കഴിഞ്ഞിരുന്നു. അതിനുശേഷം അവൾക്ക് പെട്ടെന്ന് തല കറങ്ങുന്നത് പോലെ അനുഭവപ്പെട്ടു. നിങ്ങള് ആരാ? എന്നെ എന്തിനാ? ഒരു 24 മണിക്കൂർ നീയൊന്ന് ഉറങ്ങി എഴുന്നേക്ക്. അത് കഴിഞ്ഞിട്ട് ഞാൻ എല്ലാം വിശദമായിട്ട് പറഞ്ഞു തരാവേ. ഇത്രയും പറഞ്ഞ ശേഷം മാർക്ക് കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അതിനു മുൻപ് തന്നെ ബാക്കി കാറുകളിൽ വന്ന അയാളുടെ ഗുണ്ടകൾ പുറത്ത് നിരന്നിരുന്നു. ബോയ്സ്, ഇതാണ് നമ്മുടെ നായകനെ ഇങ്ങോട്ടേക്ക് എത്തിക്കാൻ പോകുന്ന രാജകുമാരി. പിന്നെ നിങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടി അവളെ ഒന്ന് ഉറക്കിയിട്ടുണ്ട് ഞാൻ. 24 മണിക്കൂറിന് ശേഷം അവൾ ഉണരുമ്പോൾ ഇവൾക്ക് ഒരു തവണ ഭക്ഷണം കൊടുക്കുക. എന്നിട്ട് ബാത്റൂം കൊണ്ടുപോയതിനു ശേഷം വീണ്ടും ബോധം കെടുത്തിയേക്ക്. മനസ്സിലായല്ലോ? തൻ്റെ സഹോദരനെയും മകളെയും കൊന്ന ഏജന്റ് ആര്യന് ബ്രസീലിൽ വന്ന് ദുർഗയെ കണ്ടെത്തുക അത്ര പ്രയാസമുള്ള കാര്യമല്ലെന്ന് ദീപകിന് തോന്നിയിരുന്നു. അതുകൊണ്ട് അയാൾ ഓരോ ചെറിയ കാര്യങ്ങൾ പോലും അത്രയും ശ്രദ്ധയോടെയാണ് വീക്ഷിച്ചിരുന്നത്. അയാൾ ദുർഗയെ നഗരത്തിൽ നിന്നും ഒഴിഞ്ഞ ഒരു സ്ഥലത്താണ് താമസിപ്പിച്ചത്. നിരഞ്ജനെന്നല്ല, അവിടുത്തെ പ്രദേശവാസികൾക്ക് പോലും അവിടെ ആൾതാമസമുള്ളത് മനസ്സിലാകില്ലായിരുന്നു. ബോധം വരുമ്പോൾ എന്തെങ്കിലും പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അവളെ എപ്പോഴും ബോധം കെടുത്തി കിടത്താനും നിർദ്ദേശം കൊടുത്തു. അതിനുശേഷം തൻ്റെ സംഘത്തിലെ ആളുകളെ അവിടെ വിന്യസിച്ചു. ദീപകിന്റെ നീക്കങ്ങളെല്ലാം അത്രയും പ്ലാൻഡ് ആയിരുന്നു. പക്ഷേ നിരഞ്ജന്റെ ഭാര്യയെ മാത്രമല്ല, ദ ഫൈറ്റേഴ്സിന്റെ ഏറ്റവും സമർത്ഥയായ ഓഫീസറെ കൂടിയാണ് താൻ തടവിൽ പാർപ്പിച്ചിരിക്കുന്നത് എന്ന സത്യം അയാൾ അറിയാതെ പോയി.
മറ്റൊരിടത്ത് ടീനയും നിഷയും ഒരുമിച്ച് യൂസഫിനെ തടവിൽ പാർപ്പിച്ച നെടുമ്പള്ളി ഗ്രൂപ്പിന്റെ ബിസിനസ് ഡെവലപ്മെന്റ് ഗ്രൂപ്പിനെക്കുറിച്ചുള്ള സത്യങ്ങൾ അറിയാൻ വേണ്ടി അയാളെ ചോദ്യം ചെയ്തു. എന്നാൽ ദുർഗ 2 ദിവസമായി അങ്ങോട്ട് വരാത്തതും അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നതും അവരിൽ സംശയം ജനിപ്പിച്ചിരുന്നു. ടീനയും നിഷയും തങ്ങളുടെ തലവൻ വിനയയുടെ അടുത്ത് പോയി കാര്യങ്ങൾ പറഞ്ഞു. വിവരങ്ങൾ കേട്ടപ്പോൾ വിനയ്ക്കും സംശയം തോന്നാതിരുന്നില്ല. നിഷ, നിങ്ങൾ ദുർഗയോട് അവസാനമായി സംസാരിക്കുമ്പോൾ അവൾ എവിടെയായിരുന്നു? സർ, അവള് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ഓഫീസിലേക്കാ പോയത്. അവളുടെ രഹസ്യം അയാൾ അറിഞ്ഞുവെന്ന് അവൾക്ക് സംശയമുണ്ടായിരുന്നു. ദുർഗയുടെ ഫോൺ ഇത്രയും നേരമായിട്ടും സ്വിച്ച് ഓഫ് ആണ്. ഡിറ്റക്റ്റീവ് ഫീൽഡിൽ തന്നെ വളരെ കാലമായി വർക്ക് ചെയ്യുന്ന ഒരാളാണ് വിനയ്. അയാളും നല്ല ടെൻഷനിലായിരുന്നു. നിങ്ങളെനിക്ക് 1 മണിക്കൂർ സമയം താ, ഞാൻ ദുർഗയെ കണ്ടെത്തി തരാം. അതുവരെ നിങ്ങൾ യൂസഫിനെ ചോദ്യം ചെയ്യും. നിഷയെയും ടീനയെയും തിരികെ അയച്ച ശേഷം വിനയ് തൻ്റെ സീക്രട്ട് റൂമിലേക്ക് നടന്നു. ദുർഗയ്ക്ക് പോലും പ്രവേശനമില്ലായിരുന്നു ആ റൂമിലേക്ക്. വിനയ് തൻ്റെ ഏജൻസിൻ്റെ മേൽ എപ്പോഴും ഒരു ശ്രദ്ധ വേണ്ടതുകൊണ്ട് അവർ പോലും അറിയാതെ ഓരോരുത്തരുടെയും ശരീരത്തിൽ GPS ട്രാക്കർ ഘടിപ്പിച്ചിരുന്നു. അതിനെക്കുറിച്ച് അറിയുന്നവർ ആരും തന്നെ കൂട്ടത്തിലില്ലായിരുന്നു. വിനയ് ഉടൻ തന്നെ തൻ്റെ സിസ്റ്റം ഓപ്പൺ ചെയ്ത് ദുർഗയെ തിരയാൻ ആരംഭിച്ചു. അപ്പോൾ ദുർഗ ബ്രസീലിലാണുള്ളത്. പക്ഷെ അവൾ എന്തിനാണ് അവിടെ പോയതെന്ന് എങ്ങനെ അറിയും? ദ ഫൈറ്റേഴ്സിന്റെ ബാക്കി മെമ്പേഴ്സും കൂടെ ദുർഗയെ തിരയാൻ ആരംഭിച്ചിരുന്നു. അതേസമയം നിരഞ്ജൻ പ്രകാശനെയും കൂട്ടി ശരണ്യയുടെ ഓഫീസിലെത്തി. സർ, ഇവരോട് സഹായം ചോദിക്കാൻ വന്നതാണോ? നിരഞ്ജൻ അത് കേട്ട് ഒന്ന് ചിരിച്ചു. കാര്യം കാണാനായിട്ട് കഴുതക്കാലം പിടിക്കണമെന്ന് കേട്ടിട്ടില്ലേ പ്രകാശ? പക്ഷെ ഞാനിപ്പോൾ ഇവളുമായിട്ട് ബിസിനസ് സംസാരിക്കാൻ വന്നതാ. ഇവളെൻ്റെ പാർട്ട്ണറല്ലേ? ഇത്രയും പ്രയാസഘട്ടത്തിൽ പോലും നിരഞ്ജൻ ശാന്തനായിരിക്കുന്നത് കണ്ട് പ്രകാശന് സന്തോഷം തോന്നി. എന്നാൽ നിരഞ്ജൻ അത്യാവശ്യമായി ബ്രസീലിലേക്ക് പോകണമെന്ന ആവശ്യം കേട്ട് ശരണ്യ ചിന്തയിൽ മുഴുകിയിരിക്കുകയായിരുന്നു. നിരഞ്ജൻ, ജവാൻ ക്ലബിൽ അന്ന് എന്റെയും സാനികയുടെയും ഗുണ്ടകളെ നീ അടിച്ചൊതുക്കിയത് കണ്ടപ്പോഴേ നിന്റെ കഴിവെനിക്ക് മനസ്സിലായതാ. അപ്പോ നിന്റെ ഈ സീക്രട്ട് മിഷന് മാത്രം എന്റെ സഹായം നിനക്കെന്തിനാ? ശരണ്യ, ഞാൻ ബ്രസീലിലേക്ക് പോകുന്ന കാര്യം മറ്റാരും അറിയരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. പിന്നെ എനിക്കവിടെ കുറച്ചധികം ആയുധങ്ങളും വേണ്ടിവരും. അത് നിന്നെക്കൊണ്ടേ അറേഞ്ച് ചെയ്യാൻ പറ്റൂ. എന്തേ, പറ്റില്ലേ? ഇത് സ്റ്റീഫിനോടും പറയണ്ടേ? അപ്പോ ആരും അറിയണ്ട എന്ന് വെച്ചാ ആരും അറിയണ്ട. ഓക്കെ, അറേഞ്ച്മെന്റ്സ് ഞാൻ ചെയ്യാം. ഈ ജോക്കറിനെയും കൂടെ കൊണ്ടുപോകുന്നുണ്ടോ? അതെ, പ്രകാശനും എൻ്റെ കൂടെ വരുന്നുണ്ട്. ഓക്കെ നിരഞ്ജൻ, 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ബ്രസീലിലേക്ക് പുറപ്പെടാം. പക്ഷെ എന്റെ കണ്ടീഷൻ ഓർമ്മയുണ്ടാവണം. അത് കേട്ടപ്പോൾ ശരണ്യ ഒന്ന് ചിരിച്ചു.